afternoon to all. Good afternoon, ma'am. Good afternoon. Okay, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? Yes, ma'am. Yes. Okay. സുഖായിരിക്കുന്നു. Happy ആയിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? New Year എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് സൈലന്റ് ആണല്ലോ ക്ലാസ്? Happy New Year, ma'am. Okay, Happy New Year. എന്താണ് 2026 ആയല്ലോ, ആക്റ്റീവ് ആയിട്ടിരിക്കും എല്ലാവരും. ആക്റ്റീവ് ആണോ? എല്ലാവരും ആക്റ്റീവ് ആണോ? ക്ലാസ്സിലുണ്ടോ? ലഞ്ച് കഴിച്ചോ? എന്താണ് ഷോക്കാണോ ക്ലാസ്? കണ്ടതില്ല. ടെൻഷൻ ഉണ്ട്. ടെൻഷനോ? എന്തിനാ ടെൻഷൻ? പരീക്ഷ വരാൻ പോണെന്ന് പറഞ്ഞു. അതായിരിക്കും എല്ലാരും ഉണ്ടാണ്ടിരിക്കണ. അല്ല, പരീക്ഷ വരുന്നോന്ന് പറഞ്ഞു ഇപ്പോഴേ ഉണ്ടായിരിക്കേണ്ട ആവശ്യമുണ്ടോ? മിസ്സേ, ഞാൻ കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടാ. ക്ലാസ് കാണാൻ പറ്റിയില്ല. കഴിഞ്ഞ ക്ലാസ് ഞാൻ കയറിയില്ലായിരുന്നു. മാമിന്റെ വീഡിയോ പോസ് ആയിക്കൊണ്ടിരിക്കുക. ബിക്കോസ് നെറ്റ്വർക്ക് ഇഷ്യൂ കാണിക്കുന്നുണ്ട് സ്ക്രീനിനകത്ത്. എല്ലാവർക്കും അങ്ങനെ ആണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കുഴപ്പമില്ല. ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല. So please check your connection. Okay. എന്താണ് പറഞ്ഞ മഞ്ജു? കഴിഞ്ഞ ക്ലാസ് എനിക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു. എന്നിട്ട് എന്താണ് ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങള്? ടെൻഷൻ മാറ്റി വയ്ക്കും, സംസാരിക്കും. ഇപ്പൊ വരുന്ന എക്സാം ഏതാ? ടേം 1 അല്ലേ? ടേം 1 ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? ടേം 1 ഇംഗ്ലീഷിന് പറയുകയാണെങ്കിൽ 10 ദിവസം ഉണ്ടാവും. വളരെ സിമ്പിൾ, ചെറിയൊരു എക്സാം ആണ്. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. കൂളായിട്ട് അറ്റൻഡ് ചെയ്യും. മാം, ഈ പരീക്ഷ നമുക്ക് പകൽ ഡേ സമയത്ത് തന്നെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടോ, അതോ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അറ്റൻഡ് ചെയ്താൽ മതിയോ? ടൈം പറയൂ. ടൈം ഉണ്ടല്ലോ എക്സാമിന്. ലൈവ് ആയിരിക്കും. ക്യാമറ ഓഫ് ചെയ്യണം, അൺമ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഓരോ വർക്കിംഗ് ഒരാളാണെങ്കിൽ ഇപ്പൊ ഓഫീസ് ഹവേഴ്സിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ചോദിച്ചു. നമുക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു ഡേ ടൈം അല്ല, ഡേ ടൈമിലല്ല എക്സാം നടക്കാറ്. ടൈം വരാൻ 7 to 8 ആണ് നൈറ്റ്. ടേം ഷുവർ അല്ല, പക്ഷെ മെയിൻ എക്സാം അങ്ങനെയാണ് കേട്ടോ. നമുക്ക് തോന്നുന്നു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, മേ ബി, അറിയില്ല. ഓക്കെ, അപ്പോ ഈ എക്സാം എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. കേട്ടോ എല്ലാവരും? കേൾക്കുന്നുണ്ടോ? അത് നിങ്ങളോടാ പറയുന്നേ. ഓക്കെ, കൂളായിട്ടിരിക്കും എല്ലാവരും. പഠിക്കുക, പഠിച്ചാൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ അറ്റൻഡ് ചെയ്ത് നോക്കൂന്നേ. ടേം എക്സാം അല്ലേ? എനിക്കാണ് എക്സാം എന്നൊക്കെ അറിയാൻ വേണ്ട. ഓക്കെ, അപ്പൊ ആരൊന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ? എങ്ങനെയുണ്ടായിരുന്നു? എന്താണെന്നും പറയാതെ. ന്യൂ ഇയർ എല്ലാ വർഷത്തിലും പോലെ പുതിയൊരു ദിവസം എന്നെ സംബന്ധിച്ച് തുടങ്ങി. നോർമൽ വർഷം മാറിയെന്നുള്ളൂ. അതായത് 2025 മാറിയിട്ട് 2026 ആയെന്നുള്ളൂ. പക്ഷെ എല്ലാ ദിവസവും ഒരേപോലെ ഉള്ളൂ. നോർമൽ ഡേ ആണ് എല്ലാവർക്കും. അങ്ങനെയാണ്, എല്ലാവർക്കും തന്നെയാണ്. നോർമൽ ആണോ? നോർമൽ ഡേ തന്നെ, ഇയർ മാത്രം മാറിയെന്നേ ഉള്ളൂ. 5 6 ആയെന്നേ ഉള്ളൂ. കാലണ്ടർ മാറി. കലണ്ടർ മാറി വീട്ടില്. നമ്മള് ന്യൂ ഇയറിന് ഞാൻ എന്റെ മീൻസ് ഇവിടുത്തെ അടുത്തുള്ള പള്ളിയിൽ പോയപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ വീട്ടിലുള്ള കലണ്ടർ മാറുന്ന പോലെ മാറ്റി വെക്കല്ലേ.
നമ്മൾ എടുക്കുന്ന റെസൊല്യൂഷൻസ് ഒക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുക്കുന്ന അത് നല്ലപോലെ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ നോക്കണം എന്ന് അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ചു. അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന അച്ഛനും ഇങ്ങനെ പ്രസംഗിച്ചാൽ മതിയല്ലോ. നമുക്കറിയാം ആ റെസൊല്യൂഷൻ എടുക്കുമ്പോൾ December 31st ആവുമ്പോൾ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ റെസൊല്യൂഷൻ എടുക്കുന്നു റിവൈസ് ചെയ്യുമ്പോൾ ഒന്നും സാധിക്കത്തില്ല. പക്ഷേ എനിക്ക് ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്ന ഒരു കൂട്ടത്തിലല്ല കേട്ടോ. ഞാനും അങ്ങനെയാണ്. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചോണ്ടിരുന്നത്, സുബി പറഞ്ഞ പോലെയാണ്. പക്ഷെ എനിക്ക് ഇക്കൊല്ലം തോന്നുന്നു നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ, ജസ്റ്റ് ഒരു ജേർണൽ പോലെ ചെയ്തു പറയുമ്പോ ക്ലീഷയായിട്ടൊക്കെ തോന്നും, അല്ലെങ്കിൽ പറയുമ്പോ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, അങ്ങനെ പറയാം, അതൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള് നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മളിപ്പോ സുബി പറഞ്ഞ ഒരു നോർമൽ ഡേ ആയിരുന്നു എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, ക്ലാസ് കേൾക്കുന്നു, പിന്നെയും ജോലി ചെയ്യുന്നു, കിടന്നുറക്കുന്നു. ഇങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? എല്ലാവരുടെ ലൈഫ് അങ്ങനെ തന്നെയാണോ? ഇല്ല മിസ്, ഞാൻ ഈ ന്യൂ ഇയർ ആയിട്ട് ഞാൻ മാറാൻ തീരുമാനിച്ചു. എപ്പോഴും ഞാൻ നെഗറ്റീവ് ആയിട്ട് ഇരിക്കുന്ന ആളാ. പോസിറ്റീവ് ആണ്, പക്ഷെ എന്ത് കണ്ടാലും എപ്പോഴും വിഷമമാണ്, എല്ലാത്തിനും ഭയങ്കര ടെൻഷനും. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനാ ഇനി ടെൻഷൻ അടിക്കണം, എന്തായാലും വരാനുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും. മനസ്സിലായ? അങ്ങനെയല്ല, എക്സാമിന്റെ കാര്യം ഓർത്ത് ഭയങ്കര ടെൻഷൻ. റെക്കോർഡ് എഴുതാനുണ്ട്, ഒന്നിനും സമയം കിട്ടാത്ത പോലെ. എല്ലാം ചെയ്യണമെന്നുണ്ട്, ഒന്നും അങ്ങോട്ട് ചെയ്യണില്ല. പക്ഷെ ടെൻഷൻ ഒന്നും അങ്ങനെയല്ല, എക്സാം എഴുതും, അത് ജയിക്കുമെന്ന് ദൈവത്തിനറിയാം. മനസ്സിലായി? അതാ ടെൻഷൻ. അതങ്ങനെ ഭയങ്കര ടെൻഷനായിട്ടല്ല, അതായിരിക്കും എല്ലാരും മിണ്ടാണ്ടിരിക്കണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാനും നോക്കിയപ്പോ ആരും മിണ്ടണില്ല. സത്യം പറഞ്ഞ ഇപ്പൊ ഈ ക്ലാസ്സിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ മിണ്ടുന്നത്. എല്ലാ ക്ലാസ്സിലും ഞാൻ ഭയങ്കര വർത്താനം പറയാം. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു, മിസ്സേ, ഇനി മുതൽ എപ്പോഴും ഞാനിപ്പോ നെഗറ്റീവാ പറയാറുണ്ടായിരുന്നു എന്റെ ചേട്ടനെ കുറിച്ച്. ഇപ്പൊ ഞാൻ ഈ കൊല്ലം സത്യമായിട്ട് തിരിച്ച് ചിന്തിച്ച് എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്തു തരും മിസ്സേ. പക്ഷെ ഒന്ന് ഇതാ നമ്മളിങ്ങനെ പറയണ എല്ലാം ചെയ്തു തരും പുള്ളി, പക്ഷെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരു മൈൻഡ്. അപ്പൊ ഇനി മുതൽ പ്രശ്നമില്ല, ഞാൻ അങ്ങോട്ട് മാറിക്കോളാം, ചോദിക്കുക തരുന്നോളും. അല്ല വെറുതെ ഇനി അതിന്റെ പേരിൽ മുഖം വീർപ്പിച്ച് നടക്കണ പരിപാടി നിർത്തി. മറ്റേ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു, ഇങ്ങനെ നമ്മ റിക്വസ്റ്റ് തരുന്നില്ല, ചെയ്യണില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എല്ലാം ചെയ്തു തരുകയും ചെയ്യും. എന്നാലും ഞാൻ എപ്പോഴും നെഗറ്റീവായിട്ട് എന്റെ ചേട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന. ഇപ്പൊ എനിക്ക് തോന്നണേ ഞാൻ നന്നായാൽ മതി, എന്തിനാ പുള്ളിക്കാരൻ എല്ലാം ചെയ്യണുണ്ട്. ഞാനത് ഓവർ ടെൻഷനായിട്ട് എടുക്കണേണ്. എനിക്ക് പറയുമ്പോ തന്നെ സഹായിച്ചു കിട്ടണം, എന്റെ ഒരു വാശിയല്ലേ അത്. മനസ്സിലായ? അപ്പൊ അത് മാറ്റാൻ തീരുമാനിച്ചു. മഞ്ജു, നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സ് ആവുമ്പോൾ അവർക്ക് മീൻസ് നമുക്ക് സ്നേഹം കാണും, കടത്തം കാണും. പക്ഷെ നമ്മളെ കാര്യം സാധിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ആ തക്ക സമയത്ത് ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്നേഹം ഇല്ല എന്നല്ല, പക്ഷെ ഒരു പിടി കൂടും സ്നേഹമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. അല്ല, ഞാനാ പറഞ്ഞത്, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചെയ്തിട്ടു. എക്സ്പ്രസീവ് ആയിരിക്കില്ല മഞ്ജു. ഇല്ല മിസ്സേ, ഞാൻ അങ്ങനെ വളർന്നു വന്നൊരു സാഹചര്യം ആയിരിക്കും ചിലപ്പോ. എനിക്ക് എന്തുണ്ടെങ്കിലും അപ്പൊ ചെയ്ത് കിട്ടിയപ്പോ എനിക്കിതിങ്ങനെ എന്താ പറഞ്ഞ ക്യാഷിന്റെ അങ്ങനെ ഞാൻ പറഞ്ഞു, നമുക്ക് എന്തുണ്ടെങ്കിലും അപ്പൊ എല്ലാം ചെയ്യണം. നാളത്തേക്കുന്ന ഒരു പരിപാടി ഇല്ല എനിക്ക്. ഇന്ന് വിചാരിച്ചാൽ അത് ഇന്ന് നടന്നിരിക്കണം, എന്റെ ഒരു സ്വഭാവം അത്. അപ്പൊ അത് ഞാൻ മാറ്റണം. വെറുതെ നമ്മ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ദിവസങ്ങളുണ്ട്. അതില് ഒരു കാര്യം നല്ലതാണ്, എന്തിനു വിചാരിച്ച ചെയ്യണം എന്ന് പറയും, നല്ല കാര്യമാണ്. പക്ഷെ അത് നമുക്ക് ഓക്കെ അല്ല, മറ്റുള്ളവർക്ക് അത് ഓക്കെ അല്ലെങ്കിൽ നമ്മളത് ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അല്ലിപ്പോ എനിക്ക് ഇന്ന് പഠിക്കാൻ സ്വന്തം പഠിക്കണം എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമാണ്, അത് മനസ്സിലായോ? അപ്പൊ ചെയ്യാണ്. പക്ഷെ അല്ലാത്ത കാര്യം നമ്മൾ മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്ത് അതിന് വേണം എന്ന് പറയുന്നത് നല്ല കാര്യമല്ല. അപ്പൊ ആ ഒരു സ്വഭാവം മാറ്റാണെങ്കിൽ നല്ലൊരു തീരുമാനമാണ്. പക്ഷെ എന്നാലും മറ്റൊരു തീരുമാനം എനിക്ക് ഇഷ്ടമായിട്ടോ. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാട്ടോ, ഒറ്റ മാറ്റം പറ്റിയത്. അങ്ങനെ ദേഷ്യവും അങ്ങനെ വിഷമൊക്കെ വരാണെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക, ആലോചിക്കുക. ഓക്കെ, ഇത്രയും മതി. ഇനി നമ്മൾ നെഗറ്റീവ് ഒന്നും പറയുന്നില്ല, എന്റെ ഹസ്ബൻഡിന്റെ നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. അതെ, ഞാൻ എപ്പോഴും നെഗറ്റീവ് പറയുമായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ എന്താ വെച്ചാൽ എന്നെ വിടൂല. അപ്പൊ ഫ്രണ്ട്സ് വിളിക്കുമ്പോ എൻഗേജ് ആയിരുന്നു, അതൊക്കെ എന്റെ ടെൻഷനായിരുന്നു. അപ്പൊ ഞാൻ ഉള്ളത് പറയും, പക്ഷെ ഞാൻ കൂടെ അങ്ങേരുടെ ഭാഗം കൂടി ചിന്തിക്കണമല്ലോ. മനസ്സിലായ? അത് ഈ ന്യൂ ഇയറിലെടുത്ത തീരുമാനം. അപ്പൊ
അപ്പൊ നെഗറ്റീവ് മാറി. കാരണം ഒരാൾക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ട്. അതെ. പോസിറ്റീവ് കണ്ടോ, ഈ പോസിറ്റീവ് കണ്ടാൽ മതി, ആരെയും കുറ്റം കാണാൻ നിൽക്കണ്ടെന്നേ. പോസിറ്റീവ് നല്ല കാര്യങ്ങൾ, എത്രയോ നല്ല കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, അത് മാത്രം നോക്കുക. നമ്മുടെ ഒത്തിരി മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണത്, നെഗറ്റീവ് മാത്രമേ കാണൂ. ഇത്ര നല്ല കാര്യം ചെയ്താൽ നെഗറ്റീവ് മാത്രമേ കാണൂ. അത് 2026 ആയപ്പോഴേ എനിക്ക് ക്ലിക്ക് ആയത്. ഓക്കെ, മഞ്ജു ഫോളോ ചെയ്യാ, ഇത് ഇഷ്ടമായിട്ടോ, ആ റെസൊല്യൂഷൻ ഫോളോ. ഓക്കെ, മഞ്ജുന് കുറച്ചുകൂടെ കഴിയുമ്പോൾ മഞ്ജു ലൈഫ് തന്നെ ചേഞ്ച് ആവുമല്ലോ. ലൈഫ് അല്ല ഫുള്ള് ഹാപ്പി ആയിരിക്കും. നോക്കിക്കോളൂ കേട്ടോ. അതെ, ഞാനൊരു ടീച്ചറൊക്കെ ആവും. അതെ, അതൊക്കെ ഭയങ്കര സംഭവം. നടക്കട്ടെ. 2026 നല്ലൊരു വർഷമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റെസൊല്യൂഷന്റെ കാര്യമാണ്. ഇപ്പൊ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യം കേട്ടോ. ഞാനും അത്ര പെർഫെക്റ്റ് ഒന്നും ഇല്ലല്ലോ, ഭയങ്കര മടിയാണ് എനിക്ക്. ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം, ടീച്ചറാണ് നമ്മുടെ കാര്യമൊന്നുമില്ല, പക്ഷെ മടിയാണ്. എനിക്കും എന്റേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, പക്ഷെ ഞാനത് മാറ്റി വയ്ക്കുന്നു. ഞാൻ വേറെ പല കാര്യങ്ങൾക്ക് എൻഗേജ്ഡ് ആവാണ്. കുറെ മോശം സ്വഭാവമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതൊക്കെ ഞാൻ മാറ്റും. അഡിക്ഷൻ കൂടി, ഫോണിന്റെ അഡിക്ഷൻ കൂടുന്നുണ്ട്. സോ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്നെ തന്നെ ഒന്ന് മാറ്റണം തന്നെ. ശരിക്കണ്ട, അതൊക്കെ എല്ലാവരും ഞാനൊക്കെ ഓപ്പണായിട്ട് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ മാറ്റണം, കുറച്ചുകൂടി ഞാൻ ഇമ്പ്രൂവ് ആവാനുണ്ട്. സോ അതൊക്കെ ഈ വർഷം ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഇതുവരെ എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. ന്യൂ ഇയർ കഴിഞ്ഞു, ഇതുവരെ നമുക്ക് തോന്നല് വന്നിട്ടേ ഇല്ല. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം ആണ്. മാറൊക്കെ വിശ്വസിക്കുന്നു. ഞാൻ മാറ്റാൻ ശ്രമിച്ചോണ്ടിരിക്കുക, കഷ്ടപ്പെട്ടാണ് ഞാൻ മാറ്റുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നു കേട്ടോ. ഞാൻ പണ്ട് ചിന്തിച്ച പോലെ രാവിലെ നീക്കുന്നു, ജോലി ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു, കഴിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. പക്ഷെ ലൈഫില് നമ്മൾ എന്തിന് ജീവിച്ചു, നമ്മൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നൊക്കെ ചിന്തിക്കുമ്പോ ഒന്നുമില്ല, അല്ലെ? ശരിക്കും ഞാനിപ്പോ ചെയ്യുകയാണെങ്കിൽ പഠിക്കുന്നത് വളരെ കുറവാണ്. എന്റെ കാര്യം പറയാട്ടോ, ടീച്ചറൊക്കെയാണ്, സമ്മതിച്ചു. പക്ഷെ എനിക്ക് പഠിക്കാൻ ഭയങ്കര മടി. അത് മടി കൊണ്ടുവരാണ്. പഠിക്കാൻ മടിയായിട്ട് ഫോണിന് അഡിക്ഷൻ കൂടി. പല രീതിയിലും ഞാൻ ഫോൺ മീൻസ് ഫോൺ ഞാൻ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി എടുക്കുന്നതായിരിക്കും ഫോൺ. അതാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. പക്ഷെ അത് എനിക്ക് ലൈഫിൽ വന്നപ്പോൾ ഞാൻ ചോദ്യം, ഓക്കെ, ഇത്രയും അഡിക്റ്റഡ് ആയി എന്നർത്ഥം. കാരണം പഠിക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തു, സെർച്ച് ചെയ്തു, കുറച്ച് കഴിയുമ്പോൾ എന്റെ മൈൻഡ് മാറാണ്. പിന്നെ വേറെ വീഡിയോസ് ആയി, പിന്നെ സമയം പോണതേ അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അത് മാറ്റണം, ചെയ്തതാണ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാറ്റി. അത് കുറച്ച് നാളായിട്ട് സെയിം എല്ലാവർക്കും ഉണ്ടത്. മാറ്റുമോ? ഭയങ്കര മോശം, ഭയങ്കര വൃത്തികെട്ട സ്വഭാവം കേട്ടോ. ചുമ്മാ പറയുന്നല്ല, ഭയങ്കര വൃത്തികെട്ട സ്വഭാവം. നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഇതാണ്. കാരണം ഫോൺ നമ്മളത്ര നേരം നോക്കി ഒരു വീഡിയോ കണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് ആലോചിച്ചോക്കിയേ, ഒന്നുമില്ല. ആ സമയം കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അല്ലെ? നമുക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. കുറെ പുതിയ അറിവുകൾ നമുക്ക് നേടാൻ പറ്റും, അല്ലെങ്കിൽ ബുക്സ് വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. കുറെ റീൽസ് കണ്ട് ഞാനെങ്ങനെയാണ് ഇൻസ്റ്റയില് എക്സാമ്പിൾ ഞാൻ പറയട്ടെ, എല്ലാവർക്കും എന്നെ കുറച്ച് പേരൊക്കെ എന്നെ വിഷയം എടുത്തിട്ടുണ്ട് ക്ലാസ്സിൽ. എല്ലാവരും വിഷയക്കാരുണ്ട്, അവർക്കറിയാം മിക്കവാറും ഞാൻ ഫുൾ ടൈം ഓൺലൈൻ തന്നെയായിരുന്നു. സോ അതാണ് പരിപാടി. ഒരു ഫ്രീ ടൈം 5 മിനിറ്റ് ഇൻസ്റ്റയിലായിരിക്കും. സോ അതാണ് ഇപ്പോ, അത് മാറ്റണം. കഷ്ടപ്പെട്ടാണ് ഞാൻ മാറ്റാൻ നോക്കുക. അല്ലാതെയും കുറച്ച് പഠിക്കാനുണ്ട്, പഠിക്കാൻ ഒരു ആഗ്രഹം വരുന്നുണ്ട്. സോ പഠിക്കണം. അങ്ങനെയാണ് നല്ല നല്ല കുറച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നു. അല്ല, ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടോ? എന്റെ കൂടെ ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടോ? ഓക്കെ, സീരിയസ് ആണ്, തമാശ ചോദിച്ചാലോ? സീരിയസ്ലി ജോയിൻ ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പൊ വായിക്കാം നമുക്ക് കുറച്ച് ടൈം. ഇനി ഒരു ഫോണിന് വേണ്ടി നമുക്ക് സമയം മാറ്റി വയ്ക്കാം. കുറച്ച് സമയം മാത്രം ഫോണിന് വേണ്ടി വയ്ക്കാം. അതിനുശേഷം ഫുള്ള് നമ്മൾ എൻഗേജ് ആകാണ് എന്തെങ്കിലും കാര്യങ്ങൾ. നമുക്ക് കുറച്ചുകൂടെ പൈസ മീൻസ് പൈസ ഉദ്ദേശിച്ചേ മഞ്ജു? മഞ്ജു ജോയിൻ ചെയ്യുന്നതിന് വല്ലോ ചാർജ് ഉണ്ടോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, ആ ജോയിൻ അല്ല. ഓക്കെ, ഞാൻ ചുമ്മാ ചോദിച്ചാൽ നമുക്ക് ഇൻസ്റ്റയിൽ സംസാരിക്കാലോ, പറയാം.
നിങ്ങൾക്ക് ഓൺലൈൻ കാണുമ്പോൾ ഞാൻ പറയാം പോയി ഇത് പഠിക്കാൻ പറയാം, മതിയോ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞു മഞ്ജുവിനോട് എപ്പോഴും പറയണം മിസ്സേ. എന്തോ മഞ്ജുവിനോട് എപ്പോഴും പറയണം. ഞാൻ നോക്കട്ടെ ഇനി എല്ലാവരും ഓൺലൈൻ ഉണ്ടോ നോക്കട്ടെ. എന്നെ ഞാനും ഉണ്ട്. പറഞ്ഞു എനിക്കറിയാം എല്ലാവരും ഉണ്ട് ഓൺലൈനില്, കുറേപേരൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഒരു ടീമാണ് ഏകദേശം. അതുകൊണ്ട് നമുക്ക് വായിക്കാം കുറച്ചെങ്കിലും സമയം, എന്നിട്ട് ഓൺലൈനിൽ നമുക്ക് പറയാം എല്ലാവരും നിങ്ങൾ പോയി വായിക്കൂ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ സമയം കളയണം ഇൻസ്റ്റയില്. ഓക്കെ, ചുമ്മാ അതുകൊണ്ട് ഒരു ടൈം വെക്കും കേട്ടോ, ഒരു ടൈം സെറ്റ് ചെയ്യാം, ഒരു ബുക്ക് വായിക്കാം. പറ്റുവാണെങ്കിൽ ഞാൻ ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യാം, നോക്കട്ടെ ഞാൻ. വേണ്ട അതിനു വേണ്ടി ഇനി വാങ്ങി പൈസ കളയണ്ട ആരും. ഇനി ഫോണിൽ വായിക്കാം എന്നൊന്നും ചിന്തിക്കണ്ട കേട്ടോ, മണ്ടത്തരാണ് കേട്ടോ. ഫോണില് നമുക്ക് കിട്ടും, പക്ഷെ അത് വേണ്ട. അല്ലാതെ ബുക്ക് കൈകൊണ്ട് തൊട്ട് വായിക്കുന്നതാണ് കുറച്ച് ബെറ്റർ. അടുത്ത് എവിടെയെങ്കിലും ലൈബ്രറി ഉണ്ടോ? ഫോണിൽ വായിച്ച സുഖമില്ല മിസ്സേ. ഫോണില് ഞാൻ കൊറേ നോക്കിയതാ, ഒരു ത്രില്ല് കിട്ടില്ല. അതെ, ത്രില്ല് മാത്രമല്ല നമ്മുടെ കണ്ണിന്റെ കാഴ്ചയും പോകും അടുത്ത് തന്നെ, മേടിക്കാനൊന്നുമില്ല. പ്രഗ്നൻസിയിൽ ഞാൻ കുറച്ചധികം മൊബൈൽ നോക്കിയതിന്റെയാണ് ഞാനിപ്പോ കണ്ടുവച്ചത്. ഓക്കെ, പിന്നെ പ്രൊട്ടക്ഷനും കൂടെ ആണോ. അപ്പൊ ഇനി അധികം കൂടുതൽ കണ്ണിന്റെ കാഴ്ച പോകണില്ലെന്ന് വിചാരിച്ച് വേഗം ക്ലാസ് വെച്ചു. പക്ഷെ അധികം പവർ ഒന്നുമില്ല, പക്ഷെ പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. ഫോൺ നോക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ആവശ്യമാണ്, അതുപോലെ നോക്കാം. കുറച്ച് കഴിയുമ്പോ ഒന്നും കാണാൻ പറ്റാൻ. അതുകൊണ്ട് ബുക്ക് വായിച്ചാലോ നമുക്ക്? ലൈബ്രറി ഉണ്ടോ അടുത്ത്? പറയൂ. ഉണ്ട് മാം. ലൈബ്രറി ഉണ്ട്, ഒരു മെമ്പർഷിപ്പ് എടുക്കാം, പോയി ബുക്ക് എടുക്കാം, വായിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വാങ്ങോ. ഓക്കെ, ലൈബ്രറി ഒന്നും ഇല്ലാത്തവര് ന്യൂസ് പേപ്പർ വാങ്ങോ കേട്ടോ. ഓക്കെ ആണോ? പഠിക്കൂ. ഞാൻ ന്യൂസ് പേപ്പറൊക്കെ വായിക്കാറുണ്ടായിരുന്നെ. ഇപ്പൊ ഈ കൊലപാതകം അതും ഇതൊക്കെ കണ്ടിപ്പോ പേപ്പർ വായിക്കാൻ തോന്നണില്ല. കൊലപാതകം മാത്രം നമ്മുടെ കണ്ണിൽ കണ്ടതാണ്, അത്രേ ഉള്ളൂ. നോക്കണ്ട, എന്തെല്ലാം ന്യൂസ് പേപ്പറും ഉണ്ട്. ന്യൂസ് പേപ്പറിലൊന്നും ഇല്ല മിസ്റ്റർ. ഇനി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിച്ചാൽ ഒന്നും മനസ്സിലാവണില്ല, അതാ പ്രശ്നം. മലയാളം വായിക്കാൻ വെച്ചാൽ ഒന്ന് നാട്ടിൽ നടക്കണ കൊലപാതകമോ അതും ഇത്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ വായിക്കണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെയുള്ള ന്യൂസ് ആയതുകൊണ്ട് ഇപ്പൊ പേപ്പർ വായിക്കാനേ തോന്നണില്ല മിസ്സേ. പക്ഷേ മഞ്ജു, നമുക്ക് എനിക്കറിയത്തില്ല ഇവിടെ കിട്ടുമില്ലെന്ന്. ഇപ്പം റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം വരും, മാക്സിനകത്ത്. അതിനകത്ത് വളരെ നല്ല കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതുപോലെ തന്നെ വുമൻ എറ എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് മാക്സിനാണ്. അതൊക്കെ റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടേ. മീൻസ് മലയാളത്തിൽ എനിക്കറിയത്തില്ല, ബിക്കോസ് എനിക്ക് മലയാളം അറിയാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ മലയാളം മാഗസിൻ ഒന്നും വായിക്കാത്തത്. പക്ഷെ ഇതൊക്കെ നോർമൽ മാഗസിൻസാണ് ഞാൻ യൂഷ്വലി വായിക്കുന്നത്. അപ്പം റീഡർ ഡൈജസ്റ്റ് ആയാലും നമ്മുടെ വുമൻ എറ ആയാലും അങ്ങനത്തെ കുറെ നല്ല ഫേമസ്, അതിനകത്ത് നല്ല ആർട്ടിക്കിൾസ് വരും. നമ്മുടെ മീൻസ് വലിയ വലിയ ആൾക്കാരുടെ ഒക്കെ അവർ ബയോഗ്രഫീസും കുറെ ഒക്കെ നല്ല കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ വായിക്കാൻ പതുക്കെ തുടങ്ങുമ്പോൾ നമുക്ക് സ്വയമേ അത് ഇഷ്ടപ്പെടും. അപ്പൊ നമ്മൾ ഈ ഓട്ടോമാറ്റിക്കലി ഫോണിനായിട്ടുള്ള എഡിക്ഷൻ നമുക്കൊന്ന് മാറും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണർ സെലക്ട് ചെയ്യാം. അത് ഇംഗ്ലീഷ്, ഞാനിപ്പോ ഇംഗ്ലീഷ് പറയുന്നില്ല, കാരണം ഇംഗ്ലീഷ് പറഞ്ഞാല് ഒന്നാമത് വായിക്കാൻ മടിയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ബുക്കും കൂടെ തരാണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിട്ട് നിങ്ങൾ വായിക്കില്ല. എന്റെ വീട്ടില് കുറെ പുസ്തകങ്ങളുണ്ട്. ഞാനൊരു നേരത്തേക്ക് ഇതുപോലെ വായിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ ഇങ്ങനെ ബുക്ക് മേടിച്ച് വെക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ അത് തന്നെ വായിച്ചു തീർന്നിട്ടില്ല. പക്ഷെ ഇതുപോലെ ന്യൂസ് പേപ്പറിന്റെ കാര്യം പറഞ്ഞ. പിന്നെ ഇപ്പൊ ചേട്ടനെ കുറിച്ച് നെഗറ്റീവായിട്ട് തോന്നരുത്. ചേട്ടന്റെ അടുത്ത് വഴക്കടിച്ച് ബുക്ക് മേടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ബുക്ക് മേടിച്ച് കാശ് കളയണം എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ അത് കുഞ്ഞുമായിട്ട് ആവശ്യമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി. ബുക്ക് വാങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ വായിക്കത്തില്ലെങ്കിൽ പിന്നെ വാങ്ങുന്നതിനാ. ഇല്ല, മേടിക്കാന്ന് പറഞ്ഞാൽ വെറുതെ നമ്മുടെ അടുത്ത് വെറുതെ ഇഷ്യൂ ആവും. അതുകൊണ്ട് വേണ്ട. അങ്ങനെയൊക്കെ മൂഡ് ഓഫ് ആയി പോയി ഞാൻ. അങ്ങനെ ബാക്കിലോട്ട് ആയി പോയതാ. ഇനിയിപ്പോ വായിക്കാം മിസ് പറഞ്ഞില്ലേ. എന്തായാലും ഇവിടെയുള്ള ബുക്കൊക്കെ വായിച്ചു തീർക്കാം. ഞാൻ മറ്റേ കളിക്കുടുക്കൊക്കെ പിള്ളേർക്ക് വേണ്ടി മേടിച്ച് അതിലൊക്കെ പെയിന്റ് ചെയ്തൊക്കെ വിട്ട് സമ്മാനമൊക്കെ മേടിക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും. മക്കളുടെ പേരിൽ കളർ ചെയ്ത് വിടും, എന്നിട്ട് സമ്മാനമൊക്കെ കിട്ടും മിസ്. സ്കെച്ച് പേന. അതില് രസമല്ലേ അത്?
ആ പിള്ളേർക്ക് അതൊരു സർപ്രൈസ് അല്ലേ ഇസേ? നമ്മള് ചെയ്ത് കാണിക്കുമ്പോ അവരൊന്നും വരയ്ക്കത്തൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ പിള്ളേര് വരയ്ക്കാൻ ഇങ്ങനെ ബുക്കൊക്കെ വായിക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ നമ്മൾ ഇതുപോലെ കളിക്കുടുക്കയൊക്കെ മേടിച്ചിട്ട് മേടിച്ച് കളറൊക്കെ ചെയ്ത് സമ്മാനം കിട്ടിയപ്പോ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അതുകൊണ്ട് അവര് അതിലോട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. പയ്യെ കളിക്കുടുക്ക മാറ്റി കൊടുക്കാം, പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ. ഇപ്പൊ വായനയിൽ കണ്ട് വന്നോളൂ. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ബുക്സ് കുറച്ചുകൂടെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അങ്ങനെ ഒരു ബുക്ക് വേണം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് കുറച്ചുകൂടെ എന്താണ്, നിങ്ങളുടെ തോട്ട്സ് ഒന്ന് മാറ്റണം. നിങ്ങൾ എപ്പോഴും ഒരു എന്താ കുറച്ചും കൂടി കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യാനും നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരാനും വേണ്ട ഒരു ബുക്ക് ആയിരിക്കണം. ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സ് പറ്റുന്ന തരത്തിലുള്ള കുറച്ചൊരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള മോട്ടിവേഷണൽ ബുക്ക് ആയിരിക്കണം ഇപ്പോ വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ആണോ? ആണോ? എനിക്ക് തോന്നിയാണ്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഓക്കെ, സോ ഞാൻ നോക്കട്ടെ സജസ്റ്റ് ചെയ്യുന്നത്. വായിക്കും, നല്ല രസമാണ് വായിക്കുമ്പോ. നമുക്ക് തന്നെ നമ്മൾ ആലോചിക്കാൻ പോകും നമ്മുടെ ലൈഫ് എത്രയോ നല്ലതാണ്, ഇനിയും നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് പറ്റും എന്ന് തോന്നും. അങ്ങനെ നമ്മൾ പയ്യെ പയ്യെ വായനയിലേക്ക് വരും. പല ബുക്സുകൾ നമ്മൾ വായിക്കണം, ഒരുപാട് അറിവുകൾ കിട്ടും. പയ്യെ പയ്യെ ഇംഗ്ലീഷ് ആക്കാം. അങ്ങനെ അതിൽ നിന്ന് നമ്മൾ കുറെ വൊക്കാബുലറി പഠിക്കുന്ന നമുക്ക് ഒരുപാട് നോളജ് കിട്ടും. അബ്ദുൽ കലാം ബുക്സ് കുറച്ചുകൂടെ നല്ലതാണ്. സോ നിങ്ങൾ അങ്ങനെ സജസ്റ്റ് ചെയ്ത് ഒന്ന് നോക്കൂ. രസമാണ് വായിക്കാനുണ്ട്. അപ്പൊ ഇന്ന് മുതൽ എല്ലാവരും ബുക്സ് വായിക്കോ? ആണോ? അങ്ങനെയാണോ പറയുന്നത്? പിന്നെ എന്തൊക്കെയാ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞേ. നമ്മളെ ഒരാള് മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളൊരാൾ പുഷ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആയിട്ട് ആണോ? ഇങ്ങനല്ലേ? പൊതുവെ എങ്ങനെയല്ലേ? നിങ്ങളത് ചെയ്യൂ. ചുമ്മാ നമുക്കൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ എങ്ങനെയുണ്ടോ? പൊതുവെ ഞാൻ എങ്ങനെയാണേ. ഞാൻ പറയാം, എന്റെ കാര്യം എനിക്ക് പറയാം, നിങ്ങളുടെ കാര്യം എനിക്ക് അറിയില്ലത് ഏകദേശം റിലേറ്റബിൾ ആയിരിക്കാൻ വേണ്ടി. ഇപ്പൊ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമാണെന്ന് വിചാരിക്കും. എനിക്ക് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളോട് ഞാൻ പോയി ചോദിക്കും, ഞാനത് ചെയ്യട്ടെ എന്ന് ചോദിക്കും. സോ ആള് പറയാ നീ ചെയ്തോ എന്ന് പറയാണ്. ഇനിയിപ്പോ ചെയ്യണ്ട എന്ന് പറയാണ്. എങ്ങനെ പറഞ്ഞാലും നമ്മൾ എന്താ ചെയ്യാം? നമുക്ക് അത്രയും ഇഷ്ടമാണെങ്കിൽ ചെയ്യണ്ട എന്ന് പറയുമ്പോ നമ്മള് ഓക്കെ ഞാൻ ചെയ്തോട്ടേ എന്ന് ചോദിക്കും. അവരുടെ നീ ചെയ്തോ എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പാട് പെട്ടത് അല്ലെ? അപ്പൊ ചെയ്തോ എന്ന് പറയുമ്പോ ആ ഒരു വാക്ക് മതി. അല്ലാതെ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് നമുക്ക് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഇത് ചെറിയ കാര്യമാണെങ്കിൽ പോലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരാളുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് അവരത് ഓക്കെ പറയുമ്പോ നമുക്ക് ചെയ്യാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ? ശരിയാണോ? അങ്ങനെയാണ് എല്ലാവരും. അറിയുള്ളൂ ആ ഒരു സപ്പോർട്ടാണ് ഉണ്ടാവുക. ആ സപ്പോർട്ട് ഭയങ്കര പവറാണ്. അതെന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലാവട്ടെ ചെറിയ കാര്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോ കറന്റ് എനിക്കൊരു ഡയറമിൾക്ക് ഇത് കഴിക്കാൻ തോന്നുന്നു വിചാരിക്കും. ചുമ്മാ സത്യമാണ് കേട്ടോ, കിട്ടിയാ കൊള്ളാന്നുണ്ട് ഇപ്പൊ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ വാങ്ങാം, മനസ്സിലായോ? ഇപ്പൊ വാങ്ങാം. പക്ഷെ ഞാൻ നിന്ന് റിത്തിങ് ചെയ്യും, വാങ്ങണോ, ഡയറ്റ് ആണല്ലോ, വാങ്ങണോ, കഴിക്കണോ, ഷുഗർ ആണല്ലോ നമ്മളെന്ത് ചിന്തിക്കും. പക്ഷെ കൂടെ ഇരിക്കുന്ന ഒരാൾ നീ വാങ്ങണം കഴിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പോയോ? മനസ്സിലായോ? അതാണ് എന്തൊരു കാര്യം അങ്ങനെയാ. ഒരാളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ പറയൂ, എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയൂ, ഞാൻ സപ്പോർട്ട് ചെയ്യും. അത് ഇവിടെ വീട്ടിൽ ഞാൻ കാണാറുണ്ട് കേട്ടോ. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറെ വർഷം വളരെ ഒരു സ്തുതിയെ തിരിച്ച് എനിക്ക് കൊണ്ടുവരണം. ഞാൻ പഴയ കാര്യങ്ങൾ ഒത്തിരി മാറ്റങ്ങൾ എന്നെയുമായിട്ട് എനിക്കറിയാം. നമ്മള് മീൻസ് ഒരു 5 years അല്ലെങ്കിൽ 7 years മുമ്പേ എങ്ങനെയായിരുന്നു ബോഡി ലാംഗ്വേജ്, എങ്ങനെയാ കാര്യങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുപോകാനുള്ള ആ കഴിവെല്ലാം മീൻസ് ആഫ്റ്റർ പ്രഗ്നൻസി അതെല്ലാം വിട്ടു. എല്ലാം ഓരോരോ സ്റ്റെപ്പായിട്ട് അങ്ങ് വിട്ട് മുടക്കി വന്നു. അപ്പം
മീൻസ് ഇതിനു വേണ്ടിയുള്ള ഞാൻ ഓൾറെഡി ഒരു പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞ വർഷം പകുതിയൊക്കെ ആയപ്പോൾ. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് സ്റ്റെപ്പ് വിച്ച് ഐ ടുക്ക് എൻ അഡ്മിഷൻ ഫോർ ദിസ് കോഴ്സ്. സോ കുറെ കാര്യങ്ങൾ അതിനകത്ത് നിന്ന് എന്റെ പഴയ ജീവിതം, ഇപ്പൊ എന്റെ പഴയ ഫ്രണ്ട്സ് ഇപ്പൊ എന്നെ വിളിക്കുമ്പോഴും വീഡിയോ കോൾ ചെയ്യുമ്പോഴും ഒക്കെ എന്നോട് പറയും, ഞങ്ങൾ കണ്ട ശ്രുതി അല്ല ഞങ്ങൾ ഇപ്പൊ കാണുന്നത്, നീ ഒരുപാട് നല്ല ഒരു 360 ഡിഗ്രി ആംഗിളിൽ അങ്ങ് മാറി, എന്തോ പറ്റിയത്. അപ്പൊ എനിക്ക് തിരിച്ച് എന്റെ ബാക്ക് മീൻസ് നമ്മളുടെ ആ ലൈഫ് സ്റ്റൈലിലോട്ടല്ല, എന്നാലും ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും പഴയത്തെ ലൈഫ് സ്റ്റൈലും മിസ്മാച്ച് ചെയ്തിട്ട് ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി മുമ്പിലോട്ട് വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് ഞാൻ ചെയ്യും ഈ വർഷം ഉദ്ദേശിക്കുന്നു. നടക്കട്ടെ. നമ്മള് വിചാരിക്കണം അതുപോലെ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ. പിന്നെന്താ പറയൂ, എല്ലാവരും പറയൂ, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ക്ലിയർ ആണ് മാം. നമ്മള് ഡള്ളായി പോവാൻ കാരണം എന്താന്ന് പറയുമ്പോ എന്റെ ലൈഫ് വെച്ചിട്ട് ഞാൻ പറയാ, ഞാന് പഠിത്തം എല്ലാം കഴിഞ്ഞ് മാരേജും കഴിഞ്ഞ് 2 ഇയർ ആയപ്പോൾ ഫസ്റ്റ് ഡെലിവറിയും കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചിങ് ഫീൽഡിലേക്ക് അങ്ങ് പോയി. അപ്പൊ ഞാൻ സുബി പറഞ്ഞ പോലെ നമ്മുടെ പഴയ ഫ്രണ്ട്സ് ഇപ്പൊ വിളിച്ചിട്ട് സുബിയുടെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്തും പറയും, നീ മാറിപ്പോയി, നിന്റെ ബോഡി ഷേപ്പ് അതെല്ലാം പോയി, പക്ക ഒരു വീട്ടമ്മയായെന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ നമ്മള് ഈ പുറത്ത് പോയി നമ്മൾ വർക്കിനൊക്കെ പോകുമ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ് ടു ഡേറ്റ് ആയിരിക്കും നമ്മൾ. ഫാഷൻ ആയാലും എല്ലാ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അത് യൂസ് ചെയ്യും. എങ്ങനെയായാലും നമ്മളത് ചെയ്യാൻ ശ്രമിക്കും. അപ്പോഴും നമ്മൾ ന്യൂ ജനറേഷൻ അതുപോലെ ഇരിക്കും. നമുക്ക് പ്രായം അവിടെ അറിയത്തില്ല. നമ്മുടെ ഹെയർ സ്റ്റൈൽ എല്ലാം നമ്മൾ അങ്ങനെ പോകും. ഇപ്പോൾ ഒരു 1 ഇയർ ഗ്യാപ്പ് ഇട്ട് ഞാൻ വീട്ടിൽ ഇരിക്കുക. ഈ സമയത്ത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ജോലി ഡെയിലി നമ്മൾ വീട്ടിന് വെളിയിൽ പോയി ഒരു വർക്ക് ചെയ്ത് തിരികെ വരണം. അപ്പം നമ്മൾ കുറേ ആൾക്കാരെ കാണും, അവരുടെ ലൈഫ് സ്റ്റൈല് കാണും, അവരുടെ ഓരോരോ പ്രത്യേകതകൾ. ഇതിൽ നമുക്ക് പറ്റാവുന്നതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് നമുക്ക് ഇങ്ങനെ ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അങ്ങനെ പോകണം. വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ആ 4 ചുവരിനുള്ളിൽ ഒരു അമ്മയായിട്ടോ ഒരു വൈഫായിട്ടോ, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെർവൻ്റായി മാറിപ്പോകുമെന്നാണ് ഇപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ഒന്നുകിൽ ഫോണ് അല്ലെങ്കിൽ TV അതൊക്കെയേ ഉള്ളു, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ന്യൂ ഇയറിൽ എടുത്തിരിക്കും, ഇനിയിപ്പോ എത്ര സാലറി കുറഞ്ഞിട്ടായാലും എത്രയായാലും ഞാൻ ഇക്കൊല്ലം എനിക്ക് ജോയിൻ ചെയ്തേ പറ്റൂ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ഇപ്പൊ ടീച്ചിങ് ഫീൽഡ് തന്നെ വേണമെന്നില്ല, ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. വീട്ടിലിരിക്കുന്നത് ഭയങ്കര ബോറാ മാം, ഒന്നും കൊള്ളത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ചില നേരത്ത് ഞാൻ നല്ല ആക്റ്റീവായ ഒരാളായിരുന്നു. ഒരു ചെറിയ ഇഷ്യൂ കാരണം ഒരു സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഡൗൺ ആയി പോവേ ചെയ്തത്. കണ്ടത് ഒരു ചാട്ടമാണല്ലേ. ഡൗൺ ആയിപ്പോയി. അപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നത്, ഏജും ഒന്നും നിങ്ങൾ നോക്കരുത്, നിങ്ങളെ കൊണ്ട് ഒക്കുന്ന എന്താണോ ഒരു ദിവസം മക്കള് പോയതിനു ശേഷം പോവുക, എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുക, അതിൽ വർക്ക് ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരുമോ, ബാക്കി ജോലിയെ റിലാക്സ് ആവുക, നല്ല ഹാപ്പി ആയിട്ട് പോണം. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് മാം. വീട്ടിലിരുന്ന നമ്മൾ ഒന്നും അല്ലാതെ ആയി പോകും. സത്യം പറഞ്ഞാൽ ഞാൻ 2 ദിവസം മുന്നേ സൂവിൽ പോയിട്ട് സത്യമായിട്ട് എൻ്റെ മാം ഒരു മലയാളം വേർഡ് വായിക്കാൻ തന്നെ ഞാൻ ബബബ അടിച്ചുപോയി. എന്തോ ഒരു ബേർഡിന്റെ പേരാണ്, അത് വായിക്കാം. അപ്പോഴേ എൻ്റെ മോള് തന്നെ പറയും, ഉമ്മി വായിച്ചത് തെറ്റാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. നമ്മൾ വായിക്കുന്നില്ല, നമ്മൾ ഒന്നും ആവുന്നില്ല. നമ്മൾ കിച്ചണിൽ പോകുന്നു, ജോലി ചെയ്യുന്നു, വരുന്നു, മക്കളുടെ കാര്യം നോക്കുന്നു, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പഠിപ്പിക്കുന്നു, പിന്നെ കിടന്ന് ഉറങ്ങുന്നു. നമ്മൾ പഠിച്ചത് പോലും മറന്നുപോകും. അപ്പൊ ഞാൻ നിങ്ങളെല്ലാരോടും പറയുന്നത്, എന്ത് സാലറി നോക്കേ ചെയ്യരുത്. എന്ത് ജോലിയാണോ അതിൽ ജോലി ചെയ്യുക, എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇതാണ് ഇനി ഞാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് മാം. ശരിയാണോ? ഞാനും കൂടെ കാരണം എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്ക് മേ ബി അറിയാൻ പറ്റും. എന്നെ കുറച്ച് ഫോട്ടോസ് ഒന്ന് കണ്ടിരുന്നോ? പഴയ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നോ ആരെങ്കിലും? പഴയ ഫോട്ടോയും ഞാനും എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം ഇത് തന്നെയാണ് കേട്ടോ, നിങ്ങളിപ്പോ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞ ആ ഒരു കുറച്ച് ഡേയ്സ് ഒക്കെ നല്ല രസമാണ്.
നമ്മൾ ആകെ ടോട്ടലി നമ്മൾ മാറിപ്പോകുന്നത് ഡെലിവറി ടൈമിലാണ്. കാരണം അറിയാലോ, പ്രഗ്നൻസി എന്ന് പറയുന്നതും ഡെലിവറി ഭയങ്കര ബുദ്ധിമുട്ടല്ല. നമ്മള് ടോട്ടലി എല്ലാം കൊണ്ടും നമ്മൾ മാറും. സ്കിൻ ആണെങ്കിലും ബോഡി ആണെങ്കിലും അല്ലെ, ഫുള്ള് ചേഞ്ച് ആകുന്ന ഒരു ടൈമാണ്. ഓക്കെ, പിന്നെ നമ്മൾ കുട്ടികളുടെ കാര്യം അതൊക്കെ ശരി, സമ്മതിച്ചു, അതൊരു പീരീഡ് ആണ്, നമ്മൾ ചെയ്തേ പറ്റൂ. അന്നേരം നമുക്ക് ബോഡി നോക്കാനോ ഡയറ്റ് എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിൽ ഞാൻ ആ ടൈമിൽ ഞാൻ ഒന്നും പറയില്ല കേട്ടോ, ഡയറ്റ് എടുക്കണം, സ്കിൻ നോക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം ഫീഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് കുഞ്ഞിന്റെ ഹെൽത്ത് ആണ്. സോ അതുകൊണ്ട് ആ ടൈം ഞാൻ പറയില്ല. എന്തായാലും ഫീഡിങ് കഴിഞ്ഞൊരു ടൈം ഉണ്ടാവുമല്ലോ അല്ലെ, അത് കഴിയുമ്പോ മാക്സിമം ഒരിക്കലും കള്ളമായി വാങ്ങില്ല. ഓക്കെ, അതേ പറയാനുള്ളൂ. വയസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ശരി, സമ്മതിച്ചു. കുഞ്ഞിന്റെ അമ്മയാണ്, അതും സമ്മതിച്ചു. ബോഡി അങ്ങനെ ആയി, ഇനി റിട്ടേൺ വരില്ല എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. നമുക്ക് പിന്നെ അതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ബോഡി കൊണ്ടുവരാൻ പറ്റും. ബോഡി ഷേവിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. അതാണ് ഞാൻ പറയട്ടെ, ബോഡി ഷേവിങ് അല്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. എനിക്ക് ഒരുപാട് വണ്ണമുള്ളതും അല്ലെങ്കിൽ ഞാൻ ആ പ്രഗ്നൻസി ടൈമിൽ ഇരുന്ന പോലെ ഇരിക്കാൻ ഒട്ടും താല്പര്യമില്ല. കാരണം ഞാൻ അങ്ങനെ അല്ല, എനിക്ക് അങ്ങനെ ആകാൻ പറ്റില്ല. ഞാൻ അതിന് മുന്നേ അങ്ങനെ ആയിരുന്നില്ല. സോ എനിക്കത് ഒട്ടും ഇഷ്ടമാതൊരു കാര്യമാണ്. സോ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയണം, എല്ലാവർക്കും പല രീതിയിലായിരിക്കും. ചിലപ്പോൾ കുറച്ച് വണ്ണമുള്ളതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം, മെലിഞ്ഞ ആൾക്കാരെ കുറച്ച് വണ്ണമുള്ളത് അവർക്ക് ഇഷ്ടമായിരിക്കാം. അത് ഓരോരുത്തരുടെ കൺസെപ്റ്റ് ആണ് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കാറില്ല. നീ ആലോചിക്കും, കണ്ണാടി നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, ഫോട്ടോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് മാറി, സ്വർണ്ണം വെച്ചു, കുറ്റം പറയുന്നില്ല, നല്ല ഫുഡ് അടിയുമാണ്, നല്ല കാര്യം, വേറെ ഒന്നും നോക്കണ്ടല്ലോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഒരു ക്രേസ് ഉള്ള കാര്യമാണ് ഡ്രസ്സിങ്. സോ ഒരു ഡ്രസ്സ് ഒന്നും പറ്റാതെയായി. സൈസ് ഡ്രസ്സ് ഇടാൻ പോകുമ്പോൾ സൈസ് കൂടിയെന്ന് മനസ്സിലാക്കാം. എക്സ്ട്രാ കൂടിയോ ഇത് തന്നെ സോ അന്ന് മുതല് മീൻസ് ഞാൻ ജോലിക്കാക്കി എങ്ങനെയെങ്കിലും പുറത്തിറങ്ങുമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിൽ നിന്ന് നടപടിയാകില്ല. കാരണം ഒരു പ്ലാനിങ് ഇല്ല. രാവിലെ എഴുന്നേൽക്കുന്നു, തോന്നിയ പോലെയാണ്. രാവിലെ ഭക്ഷണം കഴിക്കുന്നു, അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് കഴിക്കുന്നു, വെറുതെ ഇരിക്കുകയാണല്ലോ. ചുമ്മാ എന്തെങ്കിലും കഴിക്കാൻ ക്രേവിങ്സ് ആണ്, ഭയങ്കര ക്രേവിങ്സ് ആണ്. ആ സമയം നമ്മൾ ജോലിക്ക് പോവാണെങ്കിൽ കറക്റ്റ് എല്ലാം പക്ക ടൈമാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, കറക്റ്റ് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് കയറി, ഉച്ചയ്ക്ക് ലഞ്ച്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. മീൻസ് രാവിലെ ആവും പോണ വൃത്തിയിൽ നമുക്ക് കുറച്ചെങ്കിലും നല്ല എന്തെങ്കിലും ഹെൽത്തി ഫുഡ്സ് കഴിച്ചു പോയി അത് മതി. അല്ലാതെ അവിടുന്ന് വലിച്ചു വരുത്തിനുള്ള സമയവും കാര്യങ്ങളും നമുക്കില്ല. കുഞ്ഞുണ്ട്, സോ മോളുടെ കാര്യങ്ങൾ നോക്കണം, അതിനിടയിൽ എന്റെ കാര്യങ്ങൾ. സോ ധൃതിയാണ്, ഹറിപറിയാണ്. രാവിലെ ഹറിപറിയാ. പക്ഷെ അത് കഴിഞ്ഞ് ഓഫീസിലേക്ക് വന്നെങ്കിൽ ലഞ്ച്, ചിലപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കും, മോസ്റ്റ്ലി കഴിക്കാറില്ല. കാരണം വൃത്തിന്റെ മണ്ണം വെക്കുന്നതിന് വിചാരിച്ചതാണ്. സോ അങ്ങനെ പയ്യെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ. കുറച്ച് കാപ്പ് കുറച്ചു, ചോറ് കഴിക്കാൻ ഭയങ്കരമായിട്ട് കുറച്ചു, കറി കഴിക്കാൻ, അതായത് ചോറിനെക്കാളും ക്വാണ്ടിറ്റി കൂടുതൽ നമ്മൾ കറി കഴിക്കാൻ. ഞാൻ അങ്ങനെയാണല്ലോ കറി കഴിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് ജ്യൂസ് ആയിട്ടും എന്റേതായ കുറച്ച് ഡയറ്റ് ഞാൻ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. മീൻസ് പ്രോപ്പർ ആയിട്ട് ഡയറ്റ് മീൻസ് എന്താണ്, എല്ലാം ക്വാണ്ടിറ്റി വേണം, പ്രോട്ടീൻസ് ഇത്ര വേണം, അങ്ങനെ ഒന്നുമല്ല. എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ ഡയറ്റ് സെറ്റ് ചെയ്യും. അത്രയും നമുക്ക് എന്തൊക്കെ വേണം നമുക്ക് ഏകദേശം അറിയാം. നമുക്ക് വണ്ണം കുറയ്ക്കണം, അതുപോലെ കുറച്ചൊന്ന് ലൈറ്റ് ആകണം, സ്കിന്നൊന്ന് മാറ്റണം, അതൊക്കെ കാര്യം ഫോളോ ചെയ്തു. ഭയങ്കര കഷ്ടപ്പാടായിരുന്നേ ഫോളോ ചെയ്തപ്പോ. അത് കണ്ട് ഒരാളിനോട് പറഞ്ഞു, ബസ് ഭയങ്കര മാറി, ബസ് അല്ല അശ്വിനി നോക്കി, അശ്വിനി കുറച്ച് മാറിയല്ലോ, എന്താ ചെയ്തോ, കുറച്ച് എന്തെങ്കിലും മാറ്റം വന്നല്ലോ, ഫീസിനൊക്കെ മാറ്റം വന്നല്ലോ എന്ന് പറഞ്ഞു. ആ ഒരു ഡയലോഗ്, കാരണം നമ്മളൊക്കെ നാളെ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ചെയ്തതിന് റിസൾട്ട് ഉണ്ടല്ലോ, കണ്ടിന്യൂ ചെയ്യാണ്, ഫോളോ ചെയ്യാണ്. പക്ഷെ ഇപ്പൊ അത് ഫോളോ ചെയ്യുന്നില്ല, അത് കഴിഞ്ഞു. കുഴപ്പമില്ല, ഓക്കെ. ഞാൻ എന്നാലും അത്യാവശ്യം കുറച്ചുകൂടെ ബെറ്റർ ആണ്. പക്ഷെ ഇപ്പോ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ഫേസ് ഭയങ്കര കണ്ടില്ലേ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ പറ്റുള്ളൂ, എന്ത് നമ്മൾ വിചാരിച്ചാൽ പറ്റും. നമ്മള് വിചാരിക്കണം, കൺട്രോൾ ചെയ്യാം. പക്ഷെ എല്ലാ ഫുഡും കഴിക്കുകയും വേണം. ഞാൻ അങ്ങനെയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ കഴിക്കും. പക്ഷെ ക്വാണ്ടിറ്റി കുറച്ചു, അത്രയേ ഉള്ളൂ. ക്വാണ്ടിറ്റി കുറച്ച് പതുക്കെ ഇതായിട്ട് തന്നാൽ മതി. അല്ലാതെ പട്ടിണി അടക്കരുത് കേട്ടോ. പട്ടിണി കിടന്ന മണ്ടത്തരാണ്, വേറെ വല്ല അസുഖങ്ങൾ വരും. പക്ഷെ കഴിക്കുക, ക്വാണ്ടിറ്റി കുറക്കാം, അങ്ങനെ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് നമ്മളെ ഫുള്ള് മാറും, നമ്മുടെ ലുക്ക് മാറും. സോ ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി,
മൊത്തം മാറ്റി പിടിച്ചു ഞാൻ. അത്രയേ ഉള്ളൂ. പറ്റി. ലൈഫ് ഒന്നേ ഉള്ളൂ. എന്തിനാ ജീവിച്ചത്? അത്രയേ ഉള്ളൂ. നമുക്ക് നാളെ എന്താവും നമുക്ക് അറിയില്ല. സോ എൻജോയ് ചെയ്യാം, മാക്സിമം എൻജോയ് ചെയ്യും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് അതേ പറയാണ്, ഞാൻ ബോഡി ഷേമിങ് ചെയ്തല്ല. എല്ലാ പെണ്ണുങ്ങൾക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് കുറച്ചുകൂടി സൗന്ദര്യത്തോട് കൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി മേക്കപ്പ് ചെയ്തത്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര മേക്കപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. ശരി, ലിപ്സ്റ്റിക് ആണെങ്കിൽ ആ ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഷെയ്ഡേ മാറും, ലുക്കേ മാറും. അല്ലെ, അത് മതി. പക്ഷെ നമുക്ക് ഹെൽത്തി സ്കിൻ ആയിരിക്കണം, ഹെൽത്തി ബോഡി ആയിരിക്കണം. ഇത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അസുഖങ്ങളോ ഒന്നും ഇല്ലാതെ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കുക, സ്കിന്ന് കണ്ടാലേ ഹെൽത്തി ആയിട്ട് തോന്നാം. സോ നമ്മൾ ആ രീതിയിൽ ഫോളോ ചെയ്യാൻ നോക്കാം. നമുക്ക് ഇതെല്ലാം നടക്കും. നമുക്ക് എല്ലാത്തിനുള്ള സമയമുണ്ട്. സമയം ഇല്ലെന്ന് ആരും പറയണ്ട, എല്ലാത്തിനുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ വൈസ് ആണെങ്കിലും നമ്മുടെ കരിയർ വൈസ് ആണെങ്കിലും നമ്മൾ അതും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അല്ലെ, അറിയാലോ മോശപ്പെട്ട ഹാബിറ്റ്സ് നമുക്ക് ഉള്ളത് അറിയാം. സോ അതും കൂടി ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പൊ സുഖ പറഞ്ഞ പോലെ മലയാളം വായിക്കാൻ അറിയില്ല, നമുക്ക് കുറച്ചുകൂടി നോളജും കൂടെ വേണ്ടേ. ഈ സൗന്ദര്യവും കാര്യങ്ങളും ഓക്കെയാണ്, പക്ഷെ അറിവ് എന്ന് പറയുന്ന സാധനം കൂടെ നമുക്ക് വേണമല്ലോ. അതും കൂടെ വേണം, അതും കൂടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, സംസാരിക്കാനുള്ള കഴിവാണ്. ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ പറയാണ്, അറിവുകൾ നമുക്ക് ആവശ്യമാണ്. കുട്ടികളോടാണെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് അത്രയും അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. അല്ലെ, നമ്മള് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. സോ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമുക്ക് അറിവുകൾ ആവശ്യമാണ്. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ പോകുമ്പോഴാണെങ്കിൽ അവർ നമ്മളെയാണ് കാണുന്നത്. സോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. സോ നിങ്ങൾ ചേഞ്ച് യുവർ സെൽഫ്. നിങ്ങൾക്ക് പറ്റും, ഷുവറാണ്. 2026 നിങ്ങൾ മൊത്തത്തിൽ അങ്ങനെ ചേഞ്ച് ആവട്ടെ. ക്യാരക്ടർ ആണെങ്കിലും അപ്പിയറൻസ് ആണെങ്കിലും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുക. എനിക്കിപ്പോ കഴിഞ്ഞ ബർത്ത്ഡേ എനിക്ക് സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ. 31 ഡേറ്റ് ആണെങ്കിൽ 31 ഇയർ ആയിട്ടോ, 31 വയസ്സായി. പക്ഷെ ഇനി 30 കഴിഞ്ഞ എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ കണ്ടാൽ 30 പറയുന്നത് അതാണ്. മറ്റത് നമ്മൾ 20s വരെ നമുക്ക് ഓക്കെ, കുഴപ്പമില്ല, അത്ര വലിയ വിഷയമല്ലല്ലോ. പക്ഷെ ഇനി അങ്ങോട്ട് കണ്ട ഏജ് പറയാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ നല്ല രസമല്ലേ. കണ്ടാൽ അത്രയും പറയില്ലല്ലോ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് വലിയ സന്തോഷമല്ലേ കേൾക്കുമ്പോ? എനിക്ക് സന്തോഷമാട്ടോ. എന്റെ കാര്യം പറയാം, എനിക്ക് സന്തോഷമായോ. കണ്ടാൽ അത്രയും പറയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ വലിയ ആഗ്രഹം. അങ്ങനെ വേണം വെച്ചാൽ അങ്ങനെയാണ് ശരിക്കും വേണ്ടത് കേട്ടോ. അപ്പോ അഞ്ചു വരെ കണ്ടാൽ പറയോ അത്രയും പ്രായമുണ്ടത്. ആ ലുക്ക് നോക്കി, പക്ഷെ അതിന് പുറകിൽ എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന് അറിയോ. എക്സസൈസ് ചെയ്യുന്നുണ്ട്, നല്ല ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെ. പിന്നെ അല്ലാതെ കുറച്ച് ഹാബിറ്റ്സ്, റീഡിങ് ആണെങ്കിലും എല്ലാം അവർ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവർക്കും ഈക്വലി ആണ് ടൈം കൊടുത്തിരിക്കുന്നത്, ഓരോ മനുഷ്യർക്കും, അല്ലെ. സോ ടൈം ഇല്ല എന്ന് പറയുന്നത് പട്ടത്തിലാണ്. അവരുടെ ഹാബിറ്റ്സ് മാറ്റാൻ നോക്കാം, ലൈഫ് സ്റ്റൈലിൽ മാറ്റാൻ നോക്കാം. 2026 നല്ലൊരു വർഷമാവട്ടെ, എല്ലാം കൊണ്ട് നല്ലൊരു വർഷമാവട്ടെ, മാറ്റാം. സോ ഇതൊക്കെയാണ് നിങ്ങൾ എടുക്കേണ്ട ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഓക്കെ ആണോ? ഇതൊക്കെ ചെയ്യണം, ചെയ്തേ പറ്റൂ. നല്ലൊരു മനുഷ്യനാവട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം നമുക്ക് വേണ്ടേ, അല്ലെ. മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക്, അല്ലെ, നമ്മൾക്ക് നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോ ഓക്കെ, ഞാൻ ഓക്കെയാണ്, കുറച്ചൊരു പ്രൗഡ് ഫീൽ നമുക്ക് തന്നെ സ്വയം തോന്നണ്ടേ, അല്ലെ. അതാണ് ലൈഫ്. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു പീരീഡ് ആണ് ലൈഫ്. അത് കണ്ടിന്യൂ ജീവിച്ച് തീർക്കാതെ നമ്മൾക്ക് വേണ്ടി കുറച്ച് ജീവിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സോ അതിനുവേണ്ടി ഫോളോ ചെയ്യൂ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. ഇതെല്ലാം നടക്കും. നമ്മൾ വിചാരിച്ച പറ്റത്തേണ്ട ഒന്നുമില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ചുമ്മാ പറയുന്നല്ല, എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. ഞാൻ എവിടെയോ വായിച്ചിട്ടോ ഒന്നുമല്ല. ഞാനിങ്ങനെ ആകാൻ കാരണം ഞാൻ ഒരുപാട് മാറിയതാണ്. എന്റെ മാറ്റമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ചുമ്മാ വന്നിരുന്ന് പറയുന്നതല്ല. ഓക്കെ, ഒരുപാട് മാറിയില്ല, ഞാൻ മാറ്റിയതാണ് എന്നെ തന്നെ. പക്ഷെ ഇനി അങ്ങോട്ട് കുറച്ച് പെട്ടെന്നായിട്ട് മാറണം. അതാണ് എന്റെ അടുത്തൊരു നോക്കാം നമുക്ക്. ഓക്കെ, പിന്നെ നിങ്ങളുടെ കരിയർ, ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആകുക, ഇതൊക്കെ ആഗ്രഹമില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? ആലോചിച്ച് നോക്കിയേ, എല്ലാം ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ചെയ്യൂ. എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, എന്താണ് ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ചുകൂടി സ്റ്റേബിൾ ആവാൻ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യൂ. ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വരും, ഷുവറാണ്. കംഫർട്ട് സോണിക്ക് പുറത്തിറങ്ങും. ആദ്യം കംഫർട്ട് സോണാണ് നിൽക്കുന്നത്. ഇപ്പോ അവിടെ നിന്നിട്ടൊരു കാര്യമില്ല. ഓക്കെ, ആ ചുറ്റും ആ വട്ടത്തിന് പുറത്തേക്ക് ഇറങ്ങാം. അവിടെ തന്നെ ഇരുന്നാലും നമ്മൾ പെട്ടിരിക്കുകയാണ്. അങ്ങനെ പെടരുത്.
കഷ്ടപ്പെട്ടാണെങ്കിൽ പുറത്തോട്ട് വരും. കംഫർട്ട് സോണിൽ പുറത്ത് വന്നാല് നമ്മള് കാണാതെ പലതും കാണും. നമ്മൾ ഒരുപാട് കണക്ഷൻസ് നമുക്ക് കിട്ടും. നമ്മൾ മൊത്തത്തിൽ മാറ്റത്തെ ക്യാരക്ടർ ആണെങ്കിലും നമ്മുടെ നമ്മുടെ ബിഹേവിയർ ആണെങ്കിൽ പോലും ഒരുപാട് ചേഞ്ചസ് വരും. ഷുവർ ആണ് കേട്ടോ. അതുകൊണ്ട് കംഫർട്ട് സോണിൽ പുറത്തോട്ട് വരാം എല്ലാവരും. ഓക്കെ ഓക്കെ ആണോ? ഞാൻ മാറി മിസ്. എന്തായാലും മഞ്ജുവിന്റെ സംസാരം കേട്ടാൽ അറിയാം. മഞ്ജു കുറെ റിയലൈസ് ചെയ്തു. അതാണ് സത്യം. കുറെ മഞ്ജുവിന് മനസ്സിലായി എന്താണ് ആരുടെ ഭാഗത്താണ്. ഫാമിലി ലൈഫ് ഒന്നുമല്ല ഞാൻ ഇവിടെ പറയുന്നത് മഞ്ജു. നമ്മൾ ഒരാൾ കുറ്റം പറയുമ്പോ നമുക്കും ആ കുറ്റം ഉണ്ടോ എന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടോ എന്ന് ആലോചിക്കണം. മറ്റുള്ളവരെ കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ തെറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് കറക്റ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയാല് നമ്മുടെ ലൈഫ് തന്നെ മാറും. അതെ, അതാണ് സത്യം. നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ പോകണ്ട, പക്ഷെ നമ്മൾ സ്വയം നന്നായാൽ മതി. അത് നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ തന്നെ തിങ്ക് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ അപ്പൊ ഞാൻ എന്റെ സ്വഭാവം മാറ്റിയാൽ മതി എന്ന് ഇത്തിരി മനസ്സിലായി. അപ്പൊ 2026 ഇനിയിപ്പോ ഈ കോഴ്സൊക്കെ കഴിയുമ്പോ സ്വന്തം എന്താ പറയുക ജോലിക്കൊക്കെ പോകാം. വിടൂല എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അതിപ്പോ മാറിക്കൊണ്ടിരിക്കണേണ്. എന്തായാലും ഞാൻ പോകും. ഇത് കോഴ്സ് ചെയ്യണത് പുള്ളിക്ക് മനസ്സിലായി. ഞാൻ എന്തായാലും ജോലിക്ക് പോകാൻ വേണ്ടി തന്നെയാണ് ഇത് റെഫർ ചെയ്തേക്കണെന്ന് മനസ്സിലായിട്ടുണ്ട്. ജോലിക്ക് പോകും എന്ന് പറയും, മനസ്സിൽ പറയും. ഉറക്കെ കേൾക്കാനല്ല പറയുന്നേ. ജോലിക്ക് പോണം, ആഗ്രഹമാണ്, പോണം. ഒരു ദിവസം അത് നടക്കും മഞ്ജു, ഷുവറാണ്. അതെ, നടന്നിരിക്കും. എന്തായാലും ഞാൻ ടീച്ചറാവും. ഞാൻ പറയട്ടെ, ഈ കോഴ്സ് കഴിഞ്ഞാല് ഇപ്പൊ ന്യൂ ഇയറായിട്ട് പറയണേണ് ഞാനൊരു എന്നെ വേറെ സ്ഥലത്തോട്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ വിടത്തില്ല. ഞാൻ സ്വന്തമായിട്ട് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. കുറച്ചു പേരെ നിർത്തിയിട്ട്. മനസ്സിലായ? ഞാൻ പറയണേണ് ഇങ്ങനെ പുറത്ത് ജോലിക്ക് വിടാൻ ചേട്ടന് ഇഷ്ടമല്ല. അങ്ങനെ ആരുടെ കീഴിൽ പോണ ഇഷ്ടമല്ല. അതുകൊണ്ട് അപ്പൊ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു തരും പുള്ളി. അങ്ങനെ സപ്പോർട്ടാണ്. എന്ത് പറഞ്ഞാലും ചെയ്തു തരും. ശരി. പുറത്തോട്ട് പോകുന്നു പറയുന്നില്ല. എല്ലാവർക്കും സ്വന്തമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞു ഇതിൽ ചേർന്നപ്പോഴേ എന്റെ മനസ്സിൽ ഇങ്ങനെ തന്നെ. എന്താ വെച്ചാൽ പുള്ളിക്ക് ഇഷ്ടമല്ല ഞാൻ പുറത്ത് പോയി ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടമല്ല. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്തെങ്കിലും തുടങ്ങാല എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ മോണ്ടിസോറി കോഴ്സ് യൂസ് ചെയ്ത മിസ്. എല്ലാം നമ്മള് ധൈര്യമായിട്ട് കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും വരുന്നത്. സപ്പോർട്ട് ഒരാളും നമ്മുടെ ലൈഫിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ആരായിരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, ഞാനും മോട്ടിവേറ്റ് ചെയ്യൂട്ടെ. എന്റെ ഫ്രണ്ട്സിന് ഇതുപോലെ തന്നെ പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇതാ. അപ്പൊ ഞാനിപ്പോ മോട്ടിവേറ്റ് ചെയ്ത് പുള്ളിക്കാരി ജോലിക്ക് പോകുന്നുണ്ട്. പുള്ളിക്കാരി ജോലി അപ്പൊ മടി പിടിക്കണ്ട നീ കൊല്ലം. അയ്യോ ഞാൻ ഈ മാസം നിർത്തി. ഞാൻ പറഞ്ഞ് മോനെ ട്യൂഷനാക്ക്, 500 രൂപ കൊടുത്താൽ മതി ട്യൂഷന്. 10,000 രൂപ ശമ്പളം കിട്ടണമെങ്കിൽ 500 രൂപ പോണത് കുഴപ്പമില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു എന്റെ കൂട്ടുകാരി ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭർത്താവ് ആരാണ് ഇതിന്റെ പുറകെ എന്ന് അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജോലി നിർത്തിയാൻ ഇല്ല, ആരോ പുറകെ നമുക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് പറയണ്ടായിരുന്നു ഞാൻ ട്യൂഷൻ ഇങ്ങനെ പോയാൽ മതി, കൊച്ചിനെ വിട്ടാൽ മതി. എന്ന് വെച്ചാൽ നമ്മള് കൊച്ചുങ്ങൾക്ക് വേണ്ടിയാണ് ശരിക്കും നമ്മുടെ ലൈഫ് ഇതാക്കണം. പക്ഷെ അവരെന്തായാലും പഠിച്ചോളും. നമ്മൾ അവർക്ക് വേണ്ടി വെറുതെ അവരുടെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ എന്തായാലും വഴി തെറ്റാണ്ട് നോക്കുക. പാരന്റ്സിന്റെ കണ്ണ് എപ്പോഴും വേണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് അവര് പഠിച്ചോളും. പടി എന്ന് പറയേണ്ട കാലമൊന്നുമല്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ തന്നെ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ട്. പിന്നെ അല്ലാണ്ടുള്ള ആക്ടിവിറ്റി എല്ലാം വേണം പിള്ളേർക്ക്. ഞാൻ ഇപ്പൊ പഠിത്തത്തിൽ മാത്രമല്ല കേട്ടോ സപ്പോർട്ട് ചെയ്യണത്, എല്ലാ കാര്യത്തിലും, ഡാൻസിന്റെ കാര്യത്തിലും, എല്ലാത്തിലും. ഈ ന്യൂ ഇയർ പറഞ്ഞില്ലേ മിസ്, ന്യൂ ഇയർ ഒരു ടൂറായിരുന്നു എന്റെ. രണ്ടുപേരും ഒരു ബാലഗോകുലത്തിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ചേട്ടനും വിടാൻ ഭയങ്കര ഇതാ, പിള്ളേരെ ഒറ്റക്ക് വിടില്ല. അപ്പൊ ഞാനും പോകുമെന്ന് പറഞ്ഞു. ഞാനും അവർക്ക് കൂട്ടുപോയിക്കോളാന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും കൂടി 26, 27, 28 3 ദിവസം ഒരു പരിപാടിയായിരുന്നു, ഡാൻസ് പ്രോഗ്രാം. ഒരു ദിവസം തന്നെ 3 സ്റ്റേജ് പിള്ളേരുടെ. അത് കഴിഞ്ഞ് സമയ ഇടവേളകളിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ നല്ല സ്ഥലങ്ങളിലില്ലേ ഓരോ മരിച്ച പോലെ ആൾക്കാരുടെ ഒക്കെ അവിടെയൊക്കെ കൊണ്ട് സമാധി സ്ഥലത്ത് കൊണ്ടുപോയി അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് നമുക്കും കേൾക്കണം, നല്ല കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബീച്ചിലൊക്കെ പോയി. വെക്കേഷൻ, ന്യൂ ഇയർ അടിപൊളിയായിരുന്നു, ക്രിസ്മസ് അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞ പിള്ളേർ പഠിത്തത്തിൽ മാത്രമല്ല എല്ലാത്തിനും നല്ല ഇത് വേണം.
നമ്മളിപ്പോ എല്ലാ കുട്ടികളും പഠിത്തത്തിലായിരിക്കില്ല ചിലപ്പോ മുന്നോട്ട് പോണത്. അപ്പൊ അവരുടെ കഴിവ് എവിടെയുള്ള അവർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളൂ. പാരന്റ്സിനോട് നമ്മുടെ കൂട്ടുകാരോട് പറയാനുള്ളതാണ്. എപ്പോഴും നമ്മൾ പഠിക്കുന്നോണ്ട് ഫോഴ്സ് ചെയ്യരുത് പിള്ളേരെ. അവർക്ക് വേറെ വല്ല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്താൽ അവർ താനെ പഠിച്ചോളും. നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടെന്ന് കാണുമ്പോൾ അവര് ആ ഒരു പഠിത്തവും വേണമെന്നുള്ള അവർക്ക് സ്വയം തോന്നും. രണ്ടും വേണം ടീച്ചറെ, എന്നാലാണ് പിള്ളേർക്ക്. അല്ലാണ്ട് പടി എന്ന് പറഞ്ഞ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒന്നും സോഷ്യൽ ആക്ടിവിറ്റി ഇല്ലാണ്ടിരുന്ന ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ മിസ് ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം പറഞ്ഞു, ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ അതൊക്കെ യൂസ് ചെയ്താൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. അതിനും മുമ്പേ അത് യൂസ് ചെയ്യാണ്ടിരിക്കണേ നല്ലത്. പ്രോത്സാഹിപ്പിക്കുന്നില്ല, യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. മഞ്ജു എന്താ പറഞ്ഞല്ലോ, ഹൈറ്റ് കുറവാണ്. മഞ്ജു രാഗേഷ് ഹൈറ്റ് കുറവാണ്. അതിനെന്താ കുഴപ്പം? ഹൈറ്റ് കുറഞ്ഞാല് എന്താണ് പ്രശ്നം? എന്താണ് ഹൈറ്റ് കുറഞ്ഞ പ്രശ്നം? എന്താ എത്രയാണ് ഹൈറ്റ്? എത്രയാണ് കേട്ടെ? ഹൈറ്റ് എത്രയാ? കുറവാണെന്ന് നോക്കട്ടെ. ഓരോരോ അപകർഷതാ ബോധങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കി. ഹൈറ്റ് കുറവാണ്, 149. അതൊക്കെ ഒരു കുറവാണ് എന്റെ മനുഷ്യ. എന്നെ കണ്ടെത്ര ഹൈറ്റ് ഒതുങ്ങി? എന്നെ കണ്ടെത്ര ഹൈറ്റ് ഒതുങ്ങി? ഇങ്ങനെ 6 അടി ഉണ്ടോ? ഞാൻ അത്രയൊക്കെ തന്നെ ഉള്ളൂ. 1.5 അത്രയൊക്കെ ഉള്ളൂ ഞാനും. അതൊക്കെ ഒരു പൊക്കക്കുറവാണോ മഞ്ജു? എന്താണ് ഓരോരോ ചിന്തകളെ ഒന്നും ആലോചിക്കാനല്ല, ഇതിരുന്ന് ആലോചിച്ചിരിക്കുക. പൊക്കം കുറവാണ്, പൊക്കം കുറവ്. നമ്മുടെയൊക്കെ ഹൈറ്റ് കുറവുള്ളവരെ പറ്റി ചിന്തിക്കും മഞ്ജു. സിനിമയിലൊക്കെ കാണുന്നില്ലേ, ടിവിയിലൊക്കെ. ഹൈറ്റ് കൂടുതലുള്ളവരെ പറ്റി ചിന്തിക്കണ്ട, താഴെയുള്ളവരെ പറ്റി ചിന്തിക്കുക. അപ്പൊ ആ പ്രശ്നം തീരും. ഇത് നോർമൽ ഹൈറ്റ് അല്ലേ മാം? ഇനിയിപ്പോ മഞ്ജുവിനോടൊന്നല്ല പൊതുവെ പറയാനുള്ളത്, നമുക്ക് ദൈവം തന്നതിൽ സന്തോഷിക്കാൻ ശ്രമിക്കണം. അല്ലാണ്ട് എന്താ പറയണ അതൊന്നും വിചാരിക്കരുത്. കയ്യും കാലും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ട്, കണ്ണില്ലാത്ത മനുഷ്യന്മാരുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ ചിന്തിക്കുമ്പോ നമുക്ക് ഇത്രയൊക്കെ കിട്ടിയതിൽ ദൈവത്തിനോട് നന്ദി പറയുക. ഇനി നമുക്കൊന്നും വരാണ്ടിരിക്കാനാണ് ഞാൻ സത്യം പറഞ്ഞ പ്രാർത്ഥിക്കണം. ഇപ്പൊ നമുക്കുള്ളത് കറക്റ്റ് ആയിട്ട് പോകണം. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കണത്. മറ്റുള്ളവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒരു കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ദൈവം അവർക്ക് അങ്ങനെ ആയല്ലോ, അത് എങ്ങനെയെങ്കിലും ബെറ്റർ ആക്കണം. തീരെ വയ്യാത്തവർ അതെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിക്കും. അല്ലാണ്ടുള്ളതൊന്നും ഞാൻ അത്ര പ്രശ്നമാക്കാറില്ല കേട്ടോ മിസ്സേ. എന്നാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാട്ടോ, 2026 നിങ്ങള് ഒരുപാട് മാറ്റങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നൊരു ഇയറായിരിക്കും. അതിൽ ഞാൻ ഉറപ്പാണ്. ഓക്കെ, നിങ്ങള് എന്തായാലും പറയും നിങ്ങൾ ഒരുപാട് മാറി എന്ന് പറയും. ആ മാറ്റങ്ങൾ ഇപ്പൊ കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് എന്തായാലും പറയാലോ അല്ലെ? കോഴ്സിൽ ജോയിൻ ചെയ്തവരേ അല്ലേ ഇപ്പോ നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോഴേ എനിക്കറിയാം. എനിക്ക് മുന്നേ സംസാരിച്ചതാണോ നിങ്ങളിപ്പോ? ഒരുപാട് മാറി അല്ലേ? ഒരുപാട് മാറി മിസ്. വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടിയിട്ട് കുറെ വർഷങ്ങളായിട്ട് ഇരിക്കുകയായിരുന്നില്ലേ. ഇപ്പോ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ കുറച്ച് ആൾക്കാരെ കിട്ടിയ പോലെ. ഒരു കാര്യം കേട്ടോ, നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം അല്ലെ? നമുക്ക് എന്തെങ്കിലും സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ കേൾക്കാൻ ഒരാളെ കിട്ടണം, കേൾക്കാൻ ഒരാള് വേണം. അങ്ങനെ കേൾക്കണ്ടേ അല്ലെ? എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ, എന്നെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഞാനൊക്കെ ഒരിടക്ക് ചിന്തിച്ചൊരു കാര്യങ്ങളാണ് അതൊക്കെ കേട്ടോ. ഡിപ്രഷനാണെന്ന് പറയാൻ വേണ്ടി പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ ഡിപ്രഷനാണെന്ന് പറയും. കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ നമുക്ക് തോന്നും. എല്ലാം നമ്മള് ഓവർകം ചെയ്യാം. നമ്മളെ കൊണ്ട് മാത്രമേ പറ്റൂ കേട്ടോ ഓവർകം ചെയ്യാം. എനിക്ക് പറ്റെങ്കിൽ തന്നെ നിൽക്കും. നമ്മുടെ മൈൻഡ് മാറ്റിയാൽ മതി. അതൊന്നും കുറെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുകയാണ്. അതങ്ങനെ താഴെ ഇറക്കാം. ആ ചിന്തിക്കുന്നതിലൊന്നുമില്ല, അതാണ് സത്യം. മാറ്റി ചിന്തിക്കുമ്പോ നമ്മുടെ ലൈഫ് തന്നെ മാറും. നമ്മുടെ കോൺസെപ്റ്റ് മാറും. കാണുന്ന കാഴ്ചകൾക്ക് വ്യത്യാസം വരും. നമ്മുടെ പെരുമാറ്റത്തിന് വ്യത്യാസം വരും. അപ്രോച്ച് വ്യത്യാസം വരും. ഒരുപാട് ചേഞ്ചസ് നമുക്ക് വരും. നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് പറയായിരിക്കാൻ വേണ്ടി, നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ ആരെങ്കിലും പറയുക ഒരുപാട് മാറിയല്ലോ, ആരെങ്കിലും ഒരാൾ പറയൂ കേട്ടോ. അത് ഉറപ്പാണ്. പറയൂ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
ഈ വർഷം എന്തായാലും നമ്മുടെ ആവട്ടെ അല്ലെ, നമ്മളെല്ലാരും ആവട്ടെ. പക്ഷെ വെറുതെ ആവുന്നല്ലേ. ഇപ്പൊ സുഖ പറഞ്ഞ കലണ്ടർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് നടക്കുന്ന പ്രോസസ്സാണ്, മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതില് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് ആ മാറ്റങ്ങൾ നമുക്ക് തോന്നാം അല്ലെ. അപ്പോ എന്ത് റെസൊല്യൂഷൻ എടുത്താലും കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ഇനി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും പുഷ് ചെയ്യണം അങ്ങനെ തോന്നിയാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തു, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഷുവറാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ ഡ്രോപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നിയാൽ ആ ഒരു നിമിഷം വേണേൽ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിക്കൂ, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്യാൻ നമ്പർ വെക്കരുത് കേട്ടോ. നമ്പർ ഞാൻ കോഴ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ തരാൻ അറിയാം കേട്ടോ. അപ്പൊ ഇൻസ്റ്റയിൽ കുറച്ചൊരു ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, സ്വയം മെസ്സേജ് കൊടുക്കും, മിസ് ഇങ്ങനെയാണ് ഞാൻ പറയാം. ഓക്കെ, സോ സപ്പോർട്ട് ചെയ്യുക, എപ്പോഴും സപ്പോർട്ട് ഉണ്ട്, കൂടെ ഉണ്ടാവും, ഷുവറാണ്. അപ്പൊ ഞാൻ എന്ത് തോന്നിയാലും ലൈക്ക് എ ഫ്രണ്ട്, ഞാൻ പറഞ്ഞു ഒരു മിസ്സായിട്ട് കുഴപ്പമില്ല, ഫ്രണ്ടായിട്ട് കണ്ട് എന്നോട് സംസാരിക്കും. ഓക്കെ, പിന്നെന്താണ്, അപ്പൊ അതൊക്കെയായിരുന്നു ന്യൂ ഇയർ. ചിലവര് പറയും പക്ഷെ ചിലപ്പോ എത്ര പഠിച്ചാലും ജോലി ചെയ്യണം എന്നുള്ളൊരു യോഗമൊന്നും ചിലവർക്ക് ഉണ്ടാവില്ല. അങ്ങനെ പറയണവരുണ്ട്. അത് കേൾക്കുമ്പോഴാണ് എങ്ങനെ ഇവർക്ക് ഇതൊക്കെ പറയാൻ പറ്റണെന്ന് ആലോചിക്കും നമ്മള്. യോഗം എല്ലാരും പറയാം അതൊരു വിധിയാണെന്നൊക്കെ പറയാം, അതൊക്കെ യോഗമാണ്. പക്ഷെ അതൊക്കെ നമ്മള് വരുന്നതാണ് കേട്ടോ. ഇപ്പോ മഞ്ജു പറഞ്ഞ പോലെ എവിടെയും പുറത്തുപോയി ജോലി ചെയ്യേണ്ട ആവശ്യം ഇന്നില്ലല്ലോ. നമ്മുടെ ബ്രെയിൻ അത്രയും പവർഫുൾ ആണെന്നേ. നമ്മൾ ആലോചിച്ചാല് എല്ലാ കാര്യങ്ങളും ചെയ്യാം, വീട്ടിൽ നിന്ന് ചെയ്യാം. ടീച്ചിങ് എന്ന് പറയുമ്പോ ട്യൂഷൻ എടുത്താലും ഒരു ടീച്ചറായി, ഒരു ഏർണിംഗ് ആയി. അതിൽ പുറത്തോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുമോ? ടീച്ചറാകാനും ഒരു ജോലി കിട്ടാനും നമ്മൾ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. പുറത്ത് പോയി നമ്മള് വേറെ ആളിനെ കീഴിൽ ചിലപ്പോൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കംഫർട്ടബിൾ ഏതാണോ നമുക്ക് ജോലി വേണം, എല്ലാം വേണമെങ്കിൽ നമ്മൾ കംഫർട്ട് ഏതാണോ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോവാം. ഓക്കെ, അത്രയോ. അതുകൊണ്ട് എല്ലാവരും ജോബ് എന്തായാലും വേണം കേട്ടോ. അത് അതിലൊരു ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല. ചെറിയ എമൗണ്ട് എങ്കിൽ ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, ജോബ് എന്തായാലും വേണം, ഷുവറാണ്. എല്ലാ പെണ്ണുങ്ങൾക്കും ജോലി വേണമെന്ന് ഞാൻ പറയും. വീട്ടിലിരിക്കുന്നത് അത്ര സുഖമാണ്, ഹസ്ബൻഡ് എന്നെ നോക്കുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഒരു ജോലി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര റിലാക്സേഷൻ ആണ്. ഇതാണ് സത്യം. നമ്മുടെ മെന്റലി നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു കുറച്ച് ടൈം നമ്മള് ഭയങ്കര റിലാക്സ്ഡ് ആണ്. അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അത് അത്രയും സാലറിയോ അതൊന്നും അല്ല തോന്നുന്നത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അവരുമായിട്ടിരിക്കുന്ന കുറച്ച് മൊമെന്റ് ആണെങ്കിലും എന്തും ആയിക്കോട്ടെ ഭയങ്കര ഹാപ്പിനെസ് ആയിക്കോളും. എല്ലാം മറക്കും നമ്മൾ, എല്ലാം മറക്കും. നമുക്ക് ഇത്ര പ്രായമായി എന്ന് പോലും നമ്മൾ ചിന്തിക്കില്ല. അത് ഏറ്റവും വലിയ കാര്യം. നമ്മള് ഒന്നും ചിന്തിക്കും. നമ്മൾ അത്രയും നമുക്ക് ഹെൽത്ത് നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നു, ചിരിക്കുന്നു. അതൊക്കെ നമ്മുടെ ബോഡിക്ക് അത്രയും നല്ലതല്ലേ. ഓക്കെ, കുറച്ചുകൂടെ ആയുസ് കൂടും, അത്രയേ ഉള്ളൂ. സന്തോഷമായിട്ടിരിക്കല്ലേ നമ്മള്. അതുകൊണ്ട് എത്രത്തോളം വീട്ടില് ഭയങ്കര സുഖമാണ് എന്ന് പറഞ്ഞാൽ പോലും കുറച്ച് നേരത്തേക്ക് നമ്മൾ ജോലിക്ക് പോകണം. ആ ഒരു ലൈഫ് കൂടെ നമുക്ക് അറിയാം. ആ ഒരു ലൈഫ്, ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ ഹസ്ബൻഡൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമല്ലോ ജോലിക്ക്, അല്ലെ? അവര് ഫ്രണ്ട്സിലൂടെ പോകും. ഞാൻ കല്യാണം കഴിഞ്ഞതൊക്കെ അങ്ങനെ കണ്ടാണ്. ചില ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, ഫ്രണ്ട്സിനോട് ടൈം സ്പെൻഡ് ചെയ്യുന്നൊക്കെ ഞാനും ആലോചിക്കുന്നു, എനിക്കും എന്നാ. പക്ഷെ അതിലെന്താണ് ഇത്ര രസം എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഓക്കെ അവർ എന്തുകൊണ്ടാണ് അത്രയും എത്ര തിരക്കിനിടയിലും അവർ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുന്നവര്, അല്ലെങ്കിൽ അവര് കുറച്ചേരെങ്കിലും പോയി അവരോട് സംസാരിച്ചിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മള് നമ്മുടേതായ രീതിയിൽ എൻജോയ് ചെയ്യുകയാണെങ്കിൽ തോന്നുന്നു ഫാമിലിയിലാണെങ്കിൽ ഇഷ്യൂസ് വളരെയധികം പറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഹസ്ബൻഡ് ഫ്രണ്ട്സിലൂടെ പോകുമ്പോ തലപിടിക്കാത്ത ഭാര്യമാരില്ല എന്ന് തോന്നുന്നു. തലപിടിക്കാത്തവരുണ്ടോ? അതായത് ആ ഒരു പേരും പറഞ്ഞ തലപിടിക്കാത്തവരുണ്ടോ?
എപ്പോഴും ഫുൾ ടൈം ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഫോൺ ചെയ്യാൻ പുറത്തു പോകും എന്നൊക്കെ പറയാറുണ്ടോ നിങ്ങള്? എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഞാൻ എന്റെ ആങ്ങളയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്നാണോ വരുന്നത് അതുവരെ വിളിക്കത്തില്ല. പിന്നെ ഒരു മാസത്തേക്ക് വിളിക്കത്തില്ല. നമ്മൾ പെരക്കകത്തിരുന്നോണം. ഏത് സമയവും അടുക്കളക്കകത്തില് അല്ലെങ്കിൽ പെരക്കകത്തിരുന്നോണം. അവരുടെ ബന്ധുക്കളുടെ വീട്ടിലോ ഞങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലോ എങ്ങും പോവാൻ പുള്ളിയോട് എവിടെ പോകുന്ന കാര്യം ചോദിച്ചാലും പുള്ളി പോണ്ടാന്നേ പറയത്തുള്ളൂ. എന്തിനും ഒരു കാര്യത്തിനും സപ്പോർട്ടല്ല. ഒറ്റ ഒരു കാര്യത്തിനും സപ്പോർട്ടല്ല. അങ്ങനെ പെരക്കകത്ത് കിടന്നോണം. ഇത്രയും പഠിച്ച് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് അതുപോലെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ചെലവിന് തരത്തില്ല. എനിക്ക് കിട്ടുന്നത് വീട്ടു ചെലവിന് എടുത്തോണം. ഇതാണ് എന്റെ അവസ്ഥ. പിന്നെ എനിക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റി? എനിക്ക് സ്വന്തമായിട്ട് ഒരു രൂപ എനിക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എപ്പോ ജോലിക്ക് പോന്നോ പുള്ളിക്കാരൻ പൈസ അയക്കത്തില്ല. എനിക്ക് കിട്ടുന്നത് വീട്ടിലെ കാര്യങ്ങൾ കണ്ടോണം. ഇതാണ് എന്റെ അവസ്ഥ. അതേസമയം എന്റെ കൂട്ടത്തിൽ എന്റെ കൂട്ടുകാരും എന്റെ ബന്ധുക്കളും എല്ലാരും അവരൊക്കെ പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു. അവരൊക്കെ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോ സത്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇങ്ങനെ പെരക്കകത്ത് കിടന്ന് പോട്ടെ, നമ്മള് സ്വന്തം സഹോദരന്റെ വീട്ടിൽ പോകുന്നതിന് പോലും നമുക്ക് അവരുടെ കൂടെ പോയി ഒരു ഫോട്ടോ എടുക്കും ഒന്നും പുള്ളിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. എന്നാ നമ്മളോട് സംസാരിക്ക്, നമ്മളെ കാര്യങ്ങൾ കേൾക്കാൻ ഒരു ഇത് അതിനും ഇല്ല. എന്റെ ചേട്ടൻ ഇതുപോലെ തന്നെയായിരുന്നു, എന്നെ എവിടെയും വിടില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോ എന്താ ചെയ്തെന്നറിയോ? മക്കളുടെ പേരും പറഞ്ഞാണ്, മനസ്സിലായോ? മക്കളെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാണ് ഞാൻ പുറത്തിറങ്ങി തുടങ്ങിയത്. അതിനു മുമ്പ് വരെ എന്നെ എന്റെ അമ്മയുടെ കൂടെ എവിടെയെങ്കിലും പോണെങ്കിലും, കല്യാണത്തിലൊന്നും വിടുവൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറയണാണ്, എല്ലാവർക്കും ഉണ്ടാവും പ്രശ്നങ്ങളല്ലോ. അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു, എന്നെ അങ്ങനെയൊന്നും വിടില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോ മക്കളായപ്പോ മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എക്സ്ട്രാ പ്രോഗ്രാംസ് ഒക്കെ ചേർക്കുമ്പോ അതിനു വേണ്ടി നമ്മൾ പുറത്തിറങ്ങി, മനസ്സിലായ? മക്കളുടെ കാര്യത്തിന് എന്തായാലും അങ്ങനെ മുടക്കം ഒരു പറയാറില്ല അച്ഛന്മാര്. അതെങ്ങനെയെങ്കിലും അങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കും. എന്റെ അനുഭവത്തിൽ നിന്ന് പറയണ എന്താ, എന്നെ ഇതുപോലെ വിടൂലായിരുന്നു, ഒരു സ്ഥലത്തും വിടൂല, വീട്ടിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അപ്പൊ ഞാനിപ്പൊ മക്കളുടെ പേരും പറഞ്ഞാണ്, ഞാനിപ്പൊ ഈ ഇന്നാള് പോയെന്ന് പറഞ്ഞതും മക്കളുടെ പേരും പറഞ്ഞാണ് ഞാൻ പോയത്. എന്നെ വിടത്തില്ല. അപ്പൊ ഞാൻ മക്കളുടെ പേരും പറഞ്ഞ് ഞാനും അവരും കൂടി പോയി ഞങ്ങൾ എൻജോയ് ചെയ്ത്. ചേട്ടനാണെങ്കിൽ എവിടെയും വരുവോ ഇല്ലോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, കുറ്റം പറഞ്ഞല്ല, ഒരു സൊല്യൂഷൻ പറഞ്ഞു. റീന, മക്കളുണ്ടോ? എനിക്കൊരു മോളുണ്ട് മാം. ഞാൻ ഈ ഇടയ്ക്കാണേലും ഞങ്ങൾക്ക് ഓച്ചിറ അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പം പുള്ളിക്കാരന്റെ പെങ്ങളും മക്കളും എല്ലാരും വന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് പോയി ഞാൻ ഓച്ചിറ അമ്പലത്തിൽ പോവാന്ന്. ഒന്നും മിണ്ടിയില്ല. ഞാൻ ഇവിടുന്ന് ഓച്ചിറ അമ്പലത്തിൽ പോയി, കൊച്ചുങ്ങള് അവരെല്ലാരും വന്നു. അവിടെ അങ്ങോട്ട് ചെന്ന് കേറിയപ്പോഴത്തേക്ക് കോള് വരുന്നു, നീ എവിടാ? ഞാൻ പറഞ്ഞു ഞാൻ അമ്പലത്തിൽ വന്നു. നീ ഒരു കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ അങ്ങ് ഇറങ്ങിയേക്കുവാ, നിനക്ക് അങ്ങനാ ഇങ്ങനാ അതായെന്നു പറഞ്ഞിട്ട് എന്നെ കുറെ ചീത്തയും വിളിച്ചു. നമ്മുടെ ഉള്ള മൂടൂടെ പോയി, ഒരു അമ്പലത്തിൽ പോയതാ, ഒറ്റയ്ക്കും അല്ല, അവരുടെ ബന്ധുക്കളെല്ലാരും ഉണ്ടായിരുന്നു. റീന, ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ആ ലൈഫിൽ ഹാപ്പി? ഒരിക്കലും അല്ല മാം. ഞാൻ മാരേജ് ലൈഫിൽ ഒരിക്കലും ഹാപ്പി അല്ല. നമുക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനും പറ്റാത്ത അവസ്ഥയാണ്. നമ്മളെ എന്നാ പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പുള്ളി ജീവിക്കണം, അങ്ങനല്ല. നമ്മൾ അവിടെ കിടന്നോണം, നമ്മൾ ആ വീട്ടിൽ ഇങ്ങനെ ചത്ത് ജീവിച്ചോണം. നമ്മുടെ സന്തോഷങ്ങൾ എന്നാ നാട്ടിൽ പുള്ളി ഗൾഫിലാണ്, പുള്ളി നാട്ടിൽ വന്നാൽ പോലും നമ്മളെ എങ്ങും കൊണ്ടുപോകത്തുമില്ല. കൂടെ വന്നാൽ പോലും ഒരു വീട്ടിൽ നിന്ന് പോകുന്നതാണെന്നുള്ള ഒരു പരിചയം പോലും ഇല്ല. എന്നാ വേണ്ടാന്ന് വെക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും സമ്മതിക്കത്തില്ല. റീന, പക്ഷേ നമ്മൾ ഒരു കാര്യങ്ങൾ അന്വേഷിക്കത്തില്ല. പുള്ളി ഗൾഫിൽ പോകുന്നു, ഞാൻ ആലോചിക്കും ചെയ്യേ അവിടെ നിൽക്കുന്നവർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ജോലിക്ക് മാത്രം പോകുന്നു വരുന്നു. നമ്മൾ തിരക്കി കഴിഞ്ഞാൽ പറയും എന്നെ തിരക്കരുത്, ഞാൻ വണ്ടി ഓടിക്കുവാ, ബിസിയാണ്, അതാണ് ഇതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചോദിക്കാൻ വിളിക്കുകയാണെങ്കിൽ പോലും അതിനൊന്നും മറുപടി തരത്തില്ല. ഒരു കാര്യം തിരക്കത്തില്ല, ഒന്നുമില്ല. റീന, പക്ഷെ ഞാൻ പറഞ്ഞിട്ട് നീ ഒരു ജോലിക്ക് പോണം, തീർച്ചയായിട്ടും പോണം. ഇപ്പം എങ്ങനെ പോയി നമ്മള് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഇറങ്ങി അല്ല, പോകണമെങ്കിൽ ജസ്റ്റ് 2 നമ്മള് മിനിറ്റ്, ജസ്റ്റ് 2 മിനിറ്റ് ഞാൻ പറയുന്ന കേക്ക്. ഇപ്പം എനിക്കിപ്പോ ഒറ്റ ഒരു കുട്ടിയല്ലേ ഉള്ളൂ. അതെ, എത്ര വരെ പഠിച്ചിട്ടുള്ളത്? ഞാൻ ബി.എഡ് കഴിഞ്ഞതാണ്. ബി.എഡ് കഴിഞ്ഞിട്ടാ? ഇത്രയെന്ന് പറഞ്ഞാലും ഒരു സ്കൂളിൽ പോയാലും ഒരു 10 രൂപ ഇല്ലെങ്കിൽ 15 രൂപ. എനിക്കും നിന്റെ പറഞ്ഞിട്ട് എനിക്ക് ചെലവിന് പോലും എന്റെ അമ്മായി പട്ടാളക്കാരനാണ്. പുള്ളി നല്ല വരുമാനം, പുള്ളിക്ക് ഗൾഫില് നല്ല ശമ്പളം ഉണ്ട്. പക്ഷെ എനിക്ക് കിട്ടുന്ന 10,000 രൂപയാണ്. ആ 10,000 രൂപ ഒരു മാസം വീട്ടിൽ ചെലവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണോ? കൊച്ചിന്റെ കാര്യങ്ങൾ
ഞാൻ ഇതിനകത്ത് നിന്ന് അതല്ല ഞാൻ കണ്ടു. പറഞ്ഞത്. അപ്പം 10 രൂപ ഇല്ലെങ്കിൽ 15 രൂപ ശമ്പളം കിട്ടിയാലും അത്രയും പറയണ്ട. 2000 ഇല്ലെങ്കിൽ 3000 നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള അങ്ങനെ ആയിരുന്നു നമ്മൾ അതും പറയുന്നില്ലായിരുന്നു. നമ്മൾ അങ്ങനെ ആയിരുന്നു. ആ കിട്ടുന്നത് കൊണ്ട് നീ ചെലവാക്കിക്കണം. എന്റെ ഇഷ്ടത്തിനല്ല നീ പോയേക്കുന്നത്. നിന്റെ ഇഷ്ടത്തിന് നീ പോന്നു. അപ്പൊ പിന്നെ നീ വീട്ടിലെ മൊത്തം കാര്യങ്ങൾ നീ അങ്ങ് നോക്കിക്കോ. ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കുവാണെങ്കിൽ എന്റെ വരുമാനത്തിൽ നീ ഇവിടെ ജീവിച്ചോണം. ഞാൻ പറയുന്നത് കേട്ടിട്ട് ആ ചെലവില് നീ ഇവിടെ കഴിഞ്ഞോണം. വീട്ടിൽ പാരന്റ്സ് ഉണ്ടോ? ഇപ്പൊ എന്റെ അമ്മ അച്ഛനും ഞാൻ വീട്ടിലാണ്. എനിക്ക് വീട് പണി ആയതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലാണ് വന്ന് നിൽക്കുന്നത്. പിന്നെ വീട് പണിയുടെ കാര്യത്തിന് ഞാനാണ് ഓടുന്നത്, വേറെ ആരും ഇല്ല. അപ്പം അല്ല അവരുടെ വീട്ടില് അവരുടെ വീട്ടിൽ അവിടുത്തെ അമ്മായിച്ച മാത്രമേ ഉള്ളൂ. പുള്ളി പ്രായമായതാണ്. പുള്ളി മോടെ കൂടാണ് താമസം. സപ്പോർട്ട് ചെയ്യാൻ അവിടെ നിന്ന് ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ കുഴപ്പമില്ല. രീതി കൊണ്ട് തന്നെ എന്റെ വീട്ടുകാരാണേലും ഒന്നിനും എനിക്ക് സപ്പോർട്ടല്ല. ഞാൻ എങ്ങാണ്ടില്ല ഇറങ്ങിപ്പോയ രീതിയിലാണ് എന്റെ വീട്ടുകാരാണേലും പെരുമാറുന്നത് നമ്മളോട്. പിന്നെ അവർക്കൊരു ഇതില്ല. അതെ, നീ എന്ത് സഹിച്ചാലും അവിടെ തന്നെ നിക്കുക എന്നുള്ള രീതിയിലാണ് അവര് നമുക്ക് പറഞ്ഞു. പുള്ളിക്കാരന്റെ സിസ്റ്റർ ഉണ്ടോ? സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ ഒക്കെ അവര് അല്ല, ബിക്കോസ് ഒരു പെണ്ണിനെ മാത്രമേ മീൻസ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് നമ്മുടെ വീട്ടിൽ ഒരു പെണ്ണ് ജനിക്കുമ്പോൾ അവരുടെ കൂടെ ഒരു ചേട്ടനോ അനിയനോ ഉണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിന് ഒത്തിരി വ്യത്യാസം വരും. അപ്പൊ രണ്ടുപേരുടെ സ്വഭാവം രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. അവരൊക്കെ പറഞ്ഞു മടുത്തിട്ടുണ്ട്. പിന്നെ അവരൊക്കെ പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ വിടുക. കാരണം അവര് പറയുന്നത് ഞാൻ അവനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുമായിട്ടുള്ള ഇതുപോലും അവനങ്ങ് വേണ്ടാന്ന് വെക്കുമെന്ന്. അതാണ് അവരുടെ പേടി. നമ്മള് പിന്നെ ചെന്ന് കയറിയതില്ലയോ, നമ്മളോട് ഇനി എങ്ങനെ ആയാലും അവർക്ക് പ്രശ്നമില്ലല്ലോ. ഓക്കെ റീന, സൊല്യൂഷൻ നമുക്ക് ക്ലാസ്സിലൂടെ ഞാൻ എങ്ങനെയാ പറയാം. സോ നോക്കട്ടെ, ഞാൻ റീനയെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഓക്കെ എല്ലാം ശരിയാവും. എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങള് കേട്ടാ. എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങള്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് എല്ലാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാരും സപ്പോർട്ടിന് ഉണ്ടെന്ന് മനസ്സിൽ വിചാരിക്കുക എപ്പോഴും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ടൈമായി. സൈനോട്ട് പറയാം കേട്ടോ. ഞാൻ പറയാം മിസ്. ഇന്ന് നമ്മള് ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു. അപ്പം സബ്ജക്റ്റ് ആയിട്ടൊന്നും എടുത്തില്ല. എന്നാലും ഞങ്ങൾക്ക് വേണ്ട നല്ല മോട്ടിവേഷനും പിന്നെ നമുക്ക് എന്താ പറയാ എല്ലാം തുറന്നു പറയാൻ ഒരു അവസരം കിട്ടി. ഇപ്പൊ റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലും നമ്മളിത് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല അനുഭവങ്ങളുള്ളവരായിരിക്കും ഇതിലുള്ളത്. അപ്പൊ അത് ഇത്തിരി പറയുമ്പോഴത്തേക്കും നമ്മുടെ അവസ്ഥ മനസ്സിലാകുമ്പോൾ അതനുസരിച്ച് ഫ്രണ്ട്ഷിപ്പ് നേരിട്ട് കാണുന്നില്ലല്ലോ. അപ്പൊ നമ്മളെ എല്ലാരും സ്വയം ഇപ്പൊ എന്നെ കണ്ടില്ലെങ്കിലും ഇപ്പൊ ഞാനെപ്പോഴും വീഡിയോ ഓണാണ്. കണ്ടില്ലെങ്കിലും പേര് കേൾക്കുമ്പോൾ നമുക്ക് അവരെ കുറിച്ച് അറിയാനും എല്ലാം നല്ല രീതിയിൽ അല്ലെ. ഇപ്പൊ നല്ലൊരു ഇതായിരുന്നു എല്ലാവരുടെയും പരസ്പരം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണേ നമ്മള്. അതുകൊണ്ട് ന്യൂ ഇയർ ഈ വർഷം ഈ ക്ലാസ്സിലുള്ളവരും എല്ലാവർക്കും നല്ലത് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലതേ ഉണ്ടാവുള്ളൂ. എല്ലാം ശരിയാവും. ഓക്കെ, മിസ്സിന് നന്ദി പറയുന്നു. ഓക്കെ, സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കണ്ടിന്യൂ ചെയ്യാം ക്ലാസ്. നെക്സ്റ്റ് ഡേ നമുക്ക് പറയാം കേട്ടോ, സംസാരിക്കാം. ഓക്കെ, അപ്പൊ റെസൊല്യൂഷൻ കാരണം എടുക്കാം. ഈ ഒരു വർഷം അടിപൊളി വർഷമായിരിക്കട്ടെ, എല്ലാവർക്കും സക്സസ് ആവട്ടെ. സോ that's all. Thank you all. See you on the next class. Okay, happy new year to all. Thank you ma'am. Thank you ma'am.